ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത്ര സമയം നമ്മൾ ഒന്ന് റിവിഷൻ ചെയ്യാണ് അല്ലെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഡി ആൻഡ് എഫിന്റെ കണ്ടന്റ് ആണ് ഇത്ര സമയം പറഞ്ഞത്. ഇന്ന് പുതിയ ചാപ്റ്റർ ആണ്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് എല്ലാവരും ഒന്ന് എടുത്ത് എഴുതി വെച്ചേ. കോർഡിനേഷൻ കോമ്പൗണ്ട്. സ്കൂളിൽ എത്ര പേർക്ക് കഴിഞ്ഞുണ്ട് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്? ഓക്കെ, അപ്പൊ അവർക്ക് കുറച്ച് അറിയാൻ പറ്റും അല്ലെ. ടോട്ടലി ചാപ്റ്ററിന്റെ കണ്ടന്റ് ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് കൂളായിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. കോർഡിനേഷൻ കോമ്പൗണ്ട് നമുക്ക് ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ചാപ്റ്റർ അല്ല. കാരണം എന്താ, 11th-ലോ 9th-ലോ 10th-ലോ ഇതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടില്ല. ഒരു പുതിയ ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്റർ. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർത്ത് വെക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഗ്രീൻ കളർ കാണുമ്പോൾ എന്തായിരിക്കും, ലീഫിലൊക്കെ ഗ്രീൻ കളർ കാണുമല്ലോ, അതെന്താ? ക്ലോറോഫിൽ. കേട്ടോ, ക്ലോറോഫിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ബ്ലഡിന്റെ കളർ എന്താ? ബ്ലഡിന്റെ കളർ റെഡ്. റെഡ് ഒരു വന്നേക്കുന്നതിന്റെ പേരെന്തായിരുന്നു? എന്തുകൊണ്ടാണ് റീസൺ? ഹീമോഗ്ലോബിൻ അല്ലെ. ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നു വെച്ചിങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ ഇതിങ്ങനെ നോക്കും, എന്നിട്ട് ബ്ലഡ് കുറവാണെങ്കിൽ അപ്പൊ തന്നെ ഒരു ടോണിക് ഒക്കെ തരും. ഭയങ്കര ഇഷ്ടമല്ലാത്ത ടോണിക് ആയിരുന്നു ചെറുപ്പത്തിലേക്ക്. ഇപ്പൊ ഒന്നും അങ്ങനെ ചെയ്യുന്ന കണ്ടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഹീമോഗ്ലോബിൻ കുറവാണ്, അയൺ കണ്ടന്റ് വേണമെന്ന് പറയും അല്ലെ. അയൺ ടോണിക്കാ തരാം, ഓർത്ത് നോക്കാം. അപ്പോ എഫ് എന്ന് പറയുന്നത് അവിടെ ആ ഹീമോഗ്ലോബിനിൽ വരുന്ന ഒരു സെൻട്രൽ ആറ്റം ആണ്. അപ്പോ ഈ പറയുന്ന ക്ലോറോഫില്ലും ഒരു സെൻട്രൽ ആറ്റം ഉണ്ടാവും, മെറ്റൽ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ആറ്റം. അപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് വലിയൊരു കോമ്പൗണ്ട് ആണ് എന്ത്? കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് എന്തൊക്കെ പറയാം? ക്ലോറോഫിൽ, ഹീമോഗ്ലോബിൻ, ഇതെല്ലാം നമ്മൾ ഇന്നേ വരെ കണ്ടേക്കുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഇനി ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ട് അല്ലെ ഉണ്ടാക്കിയ സയന്റിസ്റ്റിന്റെ പേര് വെർണർ ആണ്, ആൽഫ്രഡ് വെർണർ അല്ലെ. ആ പാവം സയന്റിസ്റ്റ് കണ്ടെത്തിക്കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ പഠിക്കാനും പുതിയ അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത്. ആൽഫ്രഡ് വെർണർ. അപ്പോ ഫസ്റ്റ് നമ്മൾ ആരെ പഠിക്കും? ആൽഫ്രഡ് വെർണർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പോസ്റ്റേഷൻ. ഭയങ്കര ഈസിയാണ്, 4 പോസ്റ്റേഷൻ എല്ലാവരും പറഞ്ഞിട്ട് എഴുതുള്ളൂ നമ്മൾ. കേട്ടോ, ഓർത്ത് നോക്കുക. കാരണം ഈ ചാപ്റ്റർ മുതൽ ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ ആയിട്ട് ഫ്രണ്ടിലേക്ക് പോകാനുള്ള പ്ലാൻ തന്നെയാണ്. അപ്പൊ ഓർത്ത് നോക്കുക, ആൽഫ്രഡ് വെർണേഴ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ 4 പോസ്റ്റേഷൻ വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സെക്കൻഡ് ടോപ്പിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ കോമ്പൗണ്ട് ആൻഡ് ഡബിൾ സോൾട്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ എന്തായിരുന്നു എന്ന് പറഞ്ഞേ? കോർഡിനേഷൻ കോമ്പൗണ്ട് ആൻഡ് ഡബിൾ സോൾട്ട്. അവിടെ ഓർത്ത് നോക്കുക. ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടാഷലും അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞ സാധനം അറിയാം, പ്രാക്ടിക്കൽ ചെയ്തത് എന്തായിരുന്നു? അത് മോർ സോൾട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതണ്ടായിരുന്നു അല്ലെ. മോർ സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യില്ല, അതൊക്കെ ഒരു ഡബിൾ സോൾട്ട് ആണ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് അതും വലിയ കോമ്പൗണ്ട് ആണ്, ഇത് വലിയ കോമ്പൗണ്ട് ആണ്. ഡിഫറൻസ് എന്താണ് എന്നുള്ള ഒരു കുഞ്ഞു ടോപ്പിക് ആണ് അവിടെ വരുന്നത്. അപ്പൊ സെക്കൻഡ് ടോപ്പിക് അതാണ്. തേർഡ് ടോപ്പിക് എന്ന് പറയുന്ന സമയത്ത് ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടേമുകളാണ്. കുറെ ടേമുകൾ ഉണ്ട്. ആ ടേം എല്ലാം നമ്മൾ പഠിപ്പിക്കും. ലിഗൻഡ്, കോർഡിനേഷൻ കോമ്പൗണ്ട്, അയണൈസേഷൻ സ്ഫിയർ, അങ്ങനെ വരുന്ന കുറെ ടേമുകൾ പഠിപ്പിക്കുകയാണ് തേർഡ് ടോപ്പിക്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? പറ, ഞാൻ ചോദിക്കും. ഈ ചാപ്റ്റർ എനിക്ക് ഫുള്ള് കിട്ടണം. എന്തായിരുന്നു? വെർണേഴ്സ് തിയറി അല്ലെങ്കിൽ പോസ്റ്റേഷൻസ്. സെക്കൻഡ് എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. തേർഡ് ടോപ്പിക് ഇമ്പോർട്ടന്റ് ടേം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇതിൽ വരുന്ന ടേമുകളാണ് തേർഡ് ടോപ്പിക് വരുന്നത്. ഫോർത്ത് ടോപ്പിക് എത്തുന്ന സമയത്ത് നോമൻക്ലേച്ചർ. ഫോർത്ത് ടോപ്പിക് എന്താ? നോമൻക്ലേച്ചർ. 4 ആയില്ലേ? എന്തായിരുന്നു അത്? നോമൻക്ലേച്ചേഴ്സ്. അവിടെ ഓർത്ത് നോക്കുക. നോമൻക്ലേച്ചർ ഇത് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് നെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഒക്കെയാണ് നോമൻക്ലേച്ചറിൽ വരുന്ന ഫോർത്ത് ടോപ്പിക്. ദെൻ ഫിഫ്ത്ത് ടോപ്പിക് വരുന്ന സമയത്ത് ഐസോമറിസം. എന്താ വരുന്നത്? ഐസോമറിസം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഐസോമറിസം നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ 11th പഠിച്ചേക്കുന്ന ഐസോമറിസം ഇതൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തേ. 11th എന്തൊക്കെ ഐസോമറിസം പഠിച്ചു? സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. ഇവിടെ തന്നെ തുടങ്ങുന്ന തന്നെ ഇവിടെ സ്റ്റീരിയോ ഐസോമറിസം വെച്ചിട്ടാണ്. സ്റ്റീരിയോ ഐസോമറിസം ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം തന്നെ സിസ്, ട്രാൻസ്, ഫേസ്, മിറർ 4 ടൈപ്പ്. കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ അത് കഴിഞ്ഞ് ഒപ്റ്റിക്കൽ ഐസോമറിസം 2 ഏതൊക്കെയായിരിക്കും? ഡെക്സ്ട്രോ റോട്ടേറ്ററി ആൻഡ് ലിവോ റോട്ടേറ്ററി. അത് കഴിഞ്ഞ് അടുത്ത ഐസോമറിസത്തിൽ വരുന്നതാണ് സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ ലിങ്കേജ് ഐസോമറിസം. പിന്നെ എന്തായിരുന്നു? ലിങ്കേജ് ഐസോമറിസം, അയണൈസേഷൻ ഐസോമറിസം, അത് ഏറ്റവും ലാസ്റ്റത്തെയാ. കോർഡിനേഷൻ ഐസോമറിസം ഒരെണ്ണം കൂടിയുണ്ട്, സോൾവേറ്റ് ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസം. അങ്ങനെ 4 ഐസോമറിസം. അപ്പൊ ഐസോമറിസം വലിയൊരു ഏരിയ ആണ് വരുന്നത്. അവിടെ ഓർത്ത് നോക്കാം. ഇത്രയും ഇത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ ആദ്യത്തെ 5 ടോപ്പിക്ക് പറഞ്ഞു, അത് അത്ര ഭയങ്കര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. പക്ഷെ ഇനി വരുന്ന ടോപ്പിക്ക് ലാസ്റ്റത്തെ 3 ടോപ്പിക്ക്, 8 ടോപ്പിക് ഉള്ളൂ. 5 ടോപ്പിക്സ് ഇപ്പൊ പറഞ്ഞു. കേട്ടോ, ഓർത്ത് നോക്കാം. 3 ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്നത് വാലൻസ് ബോണ്ട് തിയറി, VBT. അത് കഴിഞ്ഞാൽ എന്തായിരുന്നു?
CFT, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. കേട്ടോ, അതെല്ലാം വലിയ ടോപ്പിക്കാണ്. ലാസ്റ്റ് ടോപ്പിക് മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട്. അങ്ങനെ 8 ടോപ്പിക്സേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇതില് CFT ആൻഡ് എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആൻഡ് BBT, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടോട്ടൽ 8 ടോപ്പിക്സ് ഞാനൊന്ന് ഓർഡറിൽ പറയാം. ഫസ്റ്റ് എന്തായിരുന്നു? വെർണേഴ്സ് പോസ്റ്റേഷൻ. സെക്കൻഡ് ടോപ്പിക്ക് ഞാൻ ചോദിക്കുമ്പോ കേട്ടോ ഓർത്ത് നോക്കാം. സെക്കൻഡ് ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. തേർഡ് എന്താണ്? ഇമ്പോർട്ടന്റ് ടേംസ്. ഫോർത്ത് നോമൻക്ലേച്ചർ. ഫിഫ്ത്ത് ഐസോമറിസം. സിക്സ്ത് VBT. സെവൻത്ത് CFT. ലാസ്റ്റ് മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട്. കേട്ടോ ഓർത്ത് നോക്കാം. ഇവിടെ തന്നെ പറഞ്ഞു. ആ ഓൺലൈനിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കട്ടെ ചെയ്യുമ്പോ. നോമൻക്ലേച്ചർ. വെരി ഗുഡ്. കേട്ടോ ഓർത്ത് നോക്കാം. അച്ഛൻ കേട്ടോ ഒരു ക്ലാപ്പ് കൊടുത്തേ. കേട്ടോ ഓർത്ത് നോക്കാം. ഇങ്ങനെ ആദ്യം പെട്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഇതാണ്. സ്കൂളിൽ എടുത്താണെന്ന് അറിയാം, എന്നാലും നന്നായിട്ട് പറഞ്ഞു. ക്രിസ്സേ വേഗം പറഞ്ഞേ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് എല്ലാവരും ചോദിക്കും കേട്ടോ. ക്രിസ് വേഗം പറഞ്ഞേ ടോപ്പിക്സ് ഓർഡറില്. സ്റ്റക്കായി. ഓക്കെ, ബാക്കി ആരാ ഉള്ളേ ഇതില്? ജെഫ്രി വേഗം പറഞ്ഞേ. ജെഫ്രി പറഞ്ഞു. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം. ടോപ്പിക്സ് എനിക്ക് കിട്ടണം കേട്ടോ ഓർത്തോ. കാരണം ഈ ചാപ്റ്റർ മുതൽ നമ്മൾ റിവിഷൻ പോലെ ഇങ്ങനെ പഠിച്ച് ക്ലിയർ ചെയ്ത് പോകാനാണ്. എല്ലായിടത്തും ഒക്കെ ഇന്ററാക്ട് ചെയ്ത് ചോദിച്ചില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആവില്ല കേട്ടോ ഓർത്തോ. എനിക്ക് അങ്ങ് എടുത്തു പോയാൽ പോരെ കേട്ടോ ഓർത്തോ. ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ഒന്ന് ഓർഡറിലാക്കണം. പക്ഷേ ചാപ്റ്റർ ഒക്കെ ഒത്തിരി ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓർത്തോ. ഇവിടെ ഇവർ കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി നിൽക്കുകയാണ്. വേഗം പറഞ്ഞു. ഓക്കെ, ഇത് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും നോക്കുകയാണ്. വേഗം പറഞ്ഞു. ഫസ്റ്റ് വെർണേഴ്സ് തിയറി. തേർഡ് ഇമ്പോർട്ടൻസ് ടേംസ്. നോമൻക്ലേച്ചർ. ഐസോമറിസം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഒരെണ്ണം കൂടിയുണ്ട്. മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട് ഉണ്ടോ ഓർത്തോ. ഗുഡായിട്ട് പറഞ്ഞു കേട്ടോ. അഖിൽ വേഗം പറഞ്ഞു. നോമൻക്ലേച്ചർ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങളോട് ചോദിക്കും, ഇവര് പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ ഓർത്ത് നോക്കാം. മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട് കേട്ടോ ഓർത്ത് നോക്കാം. മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട് കേട്ടോ ഓർത്ത് നോക്കാം. കിട്ടണം. ഇവിടെ പറഞ്ഞു. ഓക്കെ, റെഡി ആയിട്ട് നിൽക്കാണ്. ഡബിൾ സോൾട്ട്, ഇമ്പോർട്ടന്റ് ടേംസ്, നോമൻക്ലേച്ചർ, ഐസോമേഴ്സ്, ഫീൽഡ് തിയറി, CFT പറഞ്ഞുകൂടിയുണ്ട്. മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട്. ഋതിക വേഗം പറഞ്ഞാ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ, നിങ്ങളും പറയാതെ ഞാൻ ക്ലാസ് തുടങ്ങൂല കേട്ടോ ഓർത്ത് നോക്കാം. എനിക്ക് തുടങ്ങി പോയാൽ മതി, കണ്ടന്റ് എടുത്ത് തീർത്താൽ മതി. പക്ഷെ പഠിച്ചേ പോവുള്ളൂ കേട്ടോ ഓർത്ത് നോക്കാം. ഇതെന്തായാലും പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിയുണ്ടാവും. അത് കണ്ടോ ഗൂഗിള പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു കേട്ടോ. ഗൂഗിള വേഗം പറഞ്ഞേ ആദ്യം മുതലേ പറഞ്ഞു. സെക്കൻഡ് ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇമ്പോർട്ടന്റ് ടേംസ്, ഐസോമറിസം, നോമൻക്ലേച്ചർ ആയി. അപ്പൊ 5 ആയി. ഓക്കെ, VBT, CFT, മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട് കേട്ടോ. ഓൺലൈനിലും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങി കേട്ടോ. ഗുഡ്. നെക്സ്റ്റ് ജൂലിയൻ വേഗം പറഞ്ഞേ. അത് കഴിഞ്ഞ് ഇഗ്നാഷിനോട് ചോദിക്കും കേട്ടോ. വേഗം പറയണം.
ഇത് എഴുതി വെക്കണം കേട്ടോ, ഈ ടോപ്പിക്ക് ഞങ്ങൾ എഴുതി വെച്ചേ കേട്ടോ, എല്ലാവരും എഴുതണം കേട്ടോ, ഹെഡിങ്സ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. ആ മെറ്റൽ കാർബോണൈൽ കോമ്പൗണ്ട്. ഇഗ്നാഷ് വേം പറഞ്ഞു. വെർനസ് തിയറി, ഓസ്ട്രേഷൻ. ഇത്തിരി സൗണ്ടി പറ, മൈക്ക് അടുത്ത് വെക്ക്, കേൾക്കാൻ പറ്റില്ല. ആ ആ ആ ആ ഭയങ്കര ഫീബിളായിട്ടാ കേൾക്കണേ. പറഞ്ഞല്ലോ, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അടുത്ത ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഈ ഹെഡിങ്സുകൾ കറക്റ്റ് ഓർഡറിൽ കിട്ടണം. പറയുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതിന്റെ സൗണ്ട് കറക്റ്റ് ആയിട്ട് വന്നില്ല. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓർത്ത് വെക്കുക എല്ലാവരും, ആ ഹെഡിങ്സ് എല്ലാവരും ഒന്ന് എഴുതി വെച്ചേ കേട്ടോ. എഴുതി വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. ഫസ്റ്റ് എന്തായിരുന്നു? വെർനസ് തിയറി കേട്ടോ. ഓർത്ത് വെക്കുക, വെർനസ് പോസ്റ്റുലേഷൻ ഫസ്റ്റ് ടോപ്പിക് ആണ്, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അതിന്റെ ഇടയിലൊക്കെ സബ് ടോപ്പിക്കുകളൊക്കെ വരും, പക്ഷെ അതല്ല മെയിൻ ഹെഡിങ്സ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. സെക്കൻഡ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. തേർഡ് എന്തായിരുന്നു? ഇമ്പോർട്ടന്റ് ടേംസ്. ഫോർത്ത് വരുന്നത് നോമൻക്ലേച്ചർ. ഫിഫ്ത്ത് ഐസോമറിസം കേട്ടോ. അപ്പൊ ഐസോമറിസം ഒക്കെ കുറെ ഹെഡിങ്ങുകൾ ഉണ്ട്, പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടണം ഐസോമറിസം. സിക്സ് എന്തായിരുന്നു? വാലൻസ് ബോണ്ട് തിയറി. സെവൻത്ത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. എയ്ത്ത് മെറ്റൽ കാർബോണൈൽ കോമ്പൗണ്ട്. കണ്ടോ, ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഇങ്ങനെ കിട്ടണം കേട്ടോ. അപ്പൊ നാളെ ബോർഡ് എക്സാം ആണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലാണ് ബോർഡ് എക്സാം അല്ലെ. നമുക്ക് എപ്പോഴും കെമിസ്ട്രിക്ക് ഒരു 3 ദിവസമൊക്കെ ഉണ്ടാവും എന്തായാലും. 3 days ഒക്കെ കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാ. 4-5 days ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് വിഷമമാവും അല്ലെ, കൂടുതൽ ടൈം ഒക്കെ കിട്ടി കഴിഞ്ഞാൽ വിഷമമാവും. അപ്പൊ ഒരു 3 days ഉണ്ടെങ്കിൽ എങ്ങനെ പഠിക്കും? ഫസ്റ്റ് ഡേ കണ്ടന്റ് ഭയങ്കര സൂപ്പർ ആക്കും. അപ്പൊ കണ്ടന്റ് സൂപ്പർ ആക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 1 hour കൊണ്ട് 10 ചാപ്റ്റർ 1 hour കൊണ്ട് കറക്റ്റ് മെമ്മറൈസ് ചെയ്യാന്ന് പറയും. ഇതുപോലെ ടോപ്പിക്സ് ഇങ്ങനെ പറഞ്ഞു നോക്കും. അപ്പൊ ആ ടോപ്പിക്കിൽ ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ നമ്മൾ അല്ലെ റെഡ് ലൈനിലൊക്കെ എഴുതി വെക്കും. ഒന്ന് VBT ഞാൻ കിട്ടുന്നുണ്ട്, പക്ഷെ അതിൽ ക്വസ്റ്റ്യൻ ഓർമ്മ വന്നില്ല, അപ്പൊ എഴുതി വെക്കും. അങ്ങനെ നമുക്ക് 10 ചാപ്റ്റേഴ്സിന്റെയും പറയാൻ പറ്റണം. ഏകദേശം 10 ചാപ്റ്റേഴ്സിൽ ടോപ്പിക്സ് വെക്കുമ്പോൾ ഒരു ആവറേജ് 10 വെച്ചുള്ളൂ. ആ ഒരു 100 ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം, അത് ഇതിന്റെ മുകളിലില്ല. ഈ ചാപ്റ്ററിൽ 8, ചില ചാപ്റ്ററിൽ 12. ഇപ്പൊ ആൽഡിഹൈഡ് കീറ്റോണൊക്കെ എടുക്കുമ്പോൾ ഇത്രയും കൂടി കൂടും. അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഏകദേശം അങ്ങനെ ഒരു ഓർഡറിലാക്കി വൃത്തിയിൽ പഠിക്കണം. മാർക്ക് തനിയെ വന്നോളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹെഡിങ് എഴുതി വെക്കും കേട്ടോ. Werner's theory of coordination compound. Heading: Werner's theory of coordination compound. Werner's theory of coordination compound. Werner's theory of coordination compound. Underline ചെയ്യാം. Werner's theory of coordination compound. Underline ചെയ്യാം കേട്ടോ. ഓർത്ത് വെക്കാം. ദെൻ ഇവിടെ ഈ വെർനസ് തിയറി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കൺസെപ്റ്റ് കാണാതെ പറയാനായിട്ട് പറ്റണം. ഒന്ന് ശ്രദ്ധിച്ചോ, ഇതിന്റെ മെത്തേഡ് എന്താണെന്നൊക്കെ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ വെർനസിന്റെ പോസ്റ്റുലേഷൻ എഴുതുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എന്താണ് ഈ പറയാൻ പോണേന്ന്. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ എഴുതാൻ പോവാണ്. ഫസ്റ്റ് ഇതിനെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് വിളിക്കുന്നത്. സെൻട്രൽ മെറ്റൽ ആറ്റം, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള്. ഇയാളാണ് ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. സെൻട്രൽ മെറ്റൽ ആറ്റം, CM എന്നുള്ള രീതിയിൽ ഓർത്ത് നോക്കുക. ഫുൾ ആയിട്ട് എഴുതണം സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതിനെ വിളിക്കുന്ന പേര് ലിഗൻഡ് എന്നാണ്. എല്ലാണ് ലിഗൻഡ്, ഓർത്ത് നോക്കാം. ഇത് പുറത്തുള്ളതാണ്. ഇതിനെ കൗണ്ടർ അയോൺ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ അയണൈസേഷൻ സ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ്. ഓർ അയണൈസേഷൻ സ്ഫിയർ എന്ന് വിളിക്കാം. രണ്ടും പേരുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, കോർഡിനേഷൻ സ്ഫിയർ ഓർ അയണൈസേഷൻ സ്ഫിയർ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതില് ഈ ആൽഫ്രഡ് വെർണർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ആദ്യത്തെ പോസ്റ്റുലേഷൻ പറയുന്നത് ഫസ്റ്റ് ഇതാണ്. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് മെറ്റൽ ആണോ, സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്. മെറ്റൽ എക്സിബിറ്റ് 2 വാലൻസീസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. എത്ര വാലൻസി ഉണ്ട്? പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഫസ്റ്റ് പോസ്റ്റുലേഷൻ ഇപ്പൊ തന്നെ പഠിച്ചോ എന്തായിരിക്കും? ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് മെറ്റൽ എക്സിബിറ്റ് എത്ര വാലൻസി? 2 വാലൻസീസ്. ഏതൊക്കെയാണത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേഷൻ. സെക്കൻഡ് പോസ്റ്റുലേഷൻ എന്ന് പറയുമ്പോൾ
ഇതിൽ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പുറത്തുള്ളത്. ഇതാണ് പ്രൈമറി വാലൻസി. ഇതെന്താണ്? സെക്കൻഡറി വാലൻസി. അപ്പോ സെക്കൻഡ് പോസ്റ്റേഷൻ പറയുന്നത് പ്രൈമറി വാലൻസി ജനറലി അയണൈസബിൾ. അയണൈസബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ എന്തായി പോകും? അയോണായി പോകും. ഇത് ഇതിനെ പിടിച്ചിട്ട് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ അവിടെ പോകും. എന്നിട്ട് ക്ലോറിന്റെ ചാർജ് എന്താ? -1 ആണ്, -3 ആണ്. ക്ലോറിൻ പോയി കഴിയുമ്പോൾ ഇതിന് +3 വരും. നെഗറ്റീവ് പോയാൽ പോസിറ്റീവ് ആവില്ലേ? പുറത്ത് പോകും. ക്ലോറിൻ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് പോകും. നെഗറ്റീവ് പോകുമ്പോൾ എന്താ? ഈ കോമ്പൗണ്ട് പോസിറ്റീവ് ആവും. അപ്പോ സെക്കൻഡ് പോസ്റ്റേഷൻ പറയുന്നത് എന്താണ്? പ്രൈമറി വാലൻസി. ആരാണ് പ്രൈമറി? കണ്ടോ, ജനറലി അയണൈസബിൾ. പഠിച്ചില്ലേ? ഇപ്പൊ ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോസ്റ്റേഷൻ എന്താ? കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് അല്ലെ മെറ്റൽ എക്സിബിറ്റ് എന്തായിരുന്നു? 2 വാലൻസീസ്. ഏതൊക്കെയായിരുന്നു? പറയേ. പ്രൈമറി ആൻഡ് സെക്കൻഡറി. ദെൻ സെക്കൻഡ് പോസ്റ്റേഷൻ എന്താ? പ്രൈമറി വാലൻസി ജനറലി അയണൈസബിൾ. മൈൻഡിൽ പറഞ്ഞു പഠിച്ചു പൊക്കോ കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ സെക്കൻഡ് കഴിഞ്ഞ തേർഡ് പോസ്റ്റേഷൻ പറയുന്നത് സെക്കൻഡറി വാലൻസി. ഇത് കണ്ടോ, മറ്റേ ഓപ്പോസിറ്റ് ആയിട്ട് പറ. ജനറലി എന്തായിരിക്കും? നോൺ അയണൈസബിൾ. അയണോ ആവില്ല. ദെൻ ഇതിന്റെ ഈ നമ്പറില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? 6. എത്ര ലിഗൻഡ് അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ലിഗൻഡ്. അപ്പോ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് തേർഡ് പോയിന്റ്. ഇത് ഫോർത്ത് പോയിന്റ്, ആകെ നാലാമത്തെ പോയിന്റ് പറയുന്നത് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന് ക്യാരക്ടറിസ്റ്റിക് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ട് VBT-ലൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞല്ലേ, എന്തായിരുന്നു? ടെട്രാഹിഡ്രൽ. 4 വന്ന 6 വന്നാല് എന്തായിരുന്നു? ഒക്ടാഹെഡ്രൽ. VC-പെയർ തിയറി, ഒക്ടാഹെഡ്രൽ. അപ്പോ 6 ഒക്കെ വന്നാൽ ഒക്ടാഹെഡ്രൽ ഷേപ്പുകൾ വരും. അതാണ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. ഇങ്ങനെയാണ് ഈ സയന്റിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ വെർണേഴ്സ്, ആൽഫ്രഡ് വെർണർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടാക്കിയേക്കുന്ന പോസ്റ്റേഷൻ ആണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതൊന്ന് വരച്ച് കേട്ടോ. അപ്പൊ വെർണേഴ്സ് പോസ്റ്റേഷൻ എഴുതുന്നതിന് മുമ്പ് ഇത് വരച്ച് ഇത് നോക്കിയിട്ട് ആ പോസ്റ്റേഷൻ പഠിക്കണം, കാണാതെ പഠിക്കരുത് കേട്ടോ, ഓർത്ത് നോക്കാം. Cl അതിന്റെ കൗണ്ടർ അയോൺ ION കേട്ടോ. ഇത് വരച്ചിട്ടേ ഓരോന്നും എന്താണെന്ന് എഴുതണം കേട്ടോ. ഈ കൊബാൾട്ട് അല്ലെങ്കിൽ മെറ്റൽ ആണ്, അതിനെന്ത് വിളിക്കണം? സെൻട്രൽ മെറ്റൽ ആറ്റം. ഇത് വരക്കണം കേട്ടോ എല്ലാവരും. എന്നിട്ട് കൊബാൾട്ടിന് നേരെ നിങ്ങൾ എഴുതണത് ഫുള്ളായിട്ട് എഴുതണം, സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതിന്റെ വിളിക്കുന്ന പേര് ലിഗൻഡ്. എല്ലാണ് ലിഗൻഡ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ സ്ഫിയർ ഓർ അയണൈസേഷൻ സ്ഫിയർ. ദെൻ ഇവിടെ ഈ പുറത്ത് എഴുതിയേക്കുന്ന ഈ ക്ലോറിൻ, അതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺ. ഇനി നിങ്ങൾ പേടിക്കേണ്ട, ലിഗൻഡിന്റെ ഒക്കെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ എഴുതുന്നുണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. ഈ ലിഗൻഡിൽ തന്നെ ഡൈഡിൻഡേറ്റ്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പേരുകളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാനുണ്ട്. അപ്പോ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഐഡിയ ഉണ്ടാവണം കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി പോസ്റ്റേഷൻ 4 പറഞ്ഞ എങ്ങനെയായിരുന്നു ഒന്ന് ഓർത്തേ മൈൻഡില് കേട്ടോ. എങ്ങനെയായിരുന്നു? കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് എത്ര വാലൻസിയാ അല്ലെ? സെൻട്രൽ മെറ്റൽ ആറ്റം 2 വാലൻസി. ഇത് എന്തായിരുന്നു? പ്രൈമറി. ഇതെന്തായിരുന്നു? സെക്കൻഡറി. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? പ്രൈമറി വാലൻസി ജനറലി അയണൈസബിൾ. തേർഡ് പോയിന്റ് എന്തായിരുന്നു? സെക്കൻഡറി വാലൻസി നോൺ അയണൈസബിൾ അല്ലെ, ഓർത്ത് നോക്കുക. അതൊക്കെ എഴുതാൻ പോവാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിലെ വേർഡിൽ. അപ്പോ ഹെഡിങ് നമുക്ക് എഴുതുമ്പോൾ കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കുക. കാണാതെ വെറുതെ എഴുതണ്ട, മനസ്സിലാക്കി എഴുതാൻ വേണ്ടിട്ടാ കേട്ടോ. ഓക്കെ, വേഗം എഴുത പോസ്റ്റേഷൻ. ഇനി താഴെ പോസ്റ്റേഷൻ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. മെയിൻ പോസ്റ്റുലേറ്റ്, വെർണസ് തിയറിയുടെ ഇതിന്റെ താഴെ മെയിൻ പോസ്റ്റുലേറ്റ്. എന്താ ഫുള്ളായിട്ട് എഴുതാം കേട്ടോ, എഴുതി വെക്കുക. ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഫസ്റ്റ് പോസ്റ്റേഷൻ ആണ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മെറ്റൽ ഷോ in coordination compounds metal show two type of linkage. ലിങ്കേജിനെ വിളിക്കുന്ന പേരെന്താ? ബ്രാക്കല്ല, വാലൻസീസ് കേട്ടോ. 2 type of linkage. ലിങ്കേജിന് പകരം എന്ത് കൊടുക്കാം? വാലൻസീസ്. ലിങ്ക് ചെയ്യുക, ബോണ്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതൊക്കെ എന്താ, അല്ലെങ്കിൽ വാലൻസി ഒക്കെ പഠിച്ചല്ലേ, AlCl3 നമ്മൾ അല്ലെ, അതിലേക്ക് ജോയിൻ ചെയ്യും. അതിനെ വാലൻസി എന്ന് വിളിക്കും, ലിങ്കേജ് എന്ന് വിളിക്കാം, ബോണ്ട് എന്ന് വിളിക്കാം അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ 2 type of linkage ബ്രാക്കറ്റിൽ വാലൻസീസ്
hyphen primary and secondary. Hyphen primary and secondary. With two type of valency, primary and secondary, അല്ലെങ്കിൽ two type of linkage, primary and secondary. Primary and secondary. ഇതാണ് ഫസ്റ്റ് പോസ്റ്റേഷൻ. അടുത്ത ലൈനിൽ സെക്കൻഡ് പോസ്റ്റേഷൻ ആണ്. The primary valencies are normally ionizable. The primary valencies are normally ionizable. The primary valencies are normally ionizable. കേട്ടോ, ഇനി അവിടെ ഒരു വേർഡ് എഴുതണ്ട. ആൻഡ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നീട് പോസിറ്റീവ് ആൻഡ് പൊട്ടാസ്യം ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് പിന്നീട് വന്ന സമയത്ത് അത് കറക്റ്റ് ഇത് വന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത്ര എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ സെക്കൻഡ് പോസ്റ്റേഷൻ, ദ പ്രൈമറി വാലൻസീസ് ആർ നോർമലി അയണൈസബിൾ. എഴുതിയോ? തേർഡ് പോസ്റ്റേഷൻ, തേർഡ് പോയിന്റ് എഴുതാം. തേർഡ് പോസ്റ്റേഷൻ, ദ സെക്കൻഡറി വാലൻസീസ് ആർ non-ionizable. NON, non-ionizable. The secondary valencies are non-ionizable. Full stop. The secondary valencies is equal to, continuation ആണ്, the secondary valencies is equal to coordination number. The secondary valencies are non-ionizable. Full stop. The secondary valencies is equal to the coordination number. ഇതിന്റെ coordination number എത്രയാ? 6 ആണ്. ഓർത്ത് വെക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി ലിങ്കേജ് ആണ് അല്ലേ? ഓർത്ത് വെക്കാം. The secondary valencies is equal to the coordination number. ക്രിസ്തു ചോദിച്ചത് എന്തെങ്കിലും? പ്രൈമറി വാലൻസി എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ? ഏതാ? ഇത് 3 ആണ് ആക്ച്വലി പ്രൈമറി വാലൻസീസ് വരെ. കേട്ടോ, 3 കേട്ടോ. പ്രൈമറി വാലൻസി റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ്. ചിലപ്പോൾ ഇവിടെ 3 തരില്ല, അതിന് മുകളിൽ ഒരു എന്താണ് +4 എന്നോ +3 എന്നൊക്കെ കൊടുക്കും. കേട്ടോ, ഓർത്ത് നോക്കാം. അതിന്റെ മീനിങ് പ്രൈമറി വാലൻസി എന്നാണ്. കേട്ടോ, ഓർത്ത് നോക്കാം. കൗണ്ടർ അയോൺ ആണ് പ്രൈമറി വാലൻസി. ഈ കേസിൽ 3 വരും. ചോദിച്ചോ? അത് ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. NH3ക്ക് ടോട്ടൽ 6 NH3 ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? ഇപ്പൊ ക്ലോറിനാണെങ്കിൽ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ബ്രാക്കറ്റ്. കേട്ടോ, NH3 ഒരു ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് മാത്രം ആ ഗ്രൂപ്പിന് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. കേട്ടോ, അത് 6 ഉണ്ട്. അപ്പൊ NH3 6 ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. കേട്ടോ, ഓക്കെ. അവിടെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് സെക്കൻഡറി വാലൻസി ആവും. മനസ്സിലായോ? കേട്ടോ, ഓർത്ത് നോക്കാം. അതിനകത്ത് ആര് വേണമെങ്കിലും വരാം. അത് വന്നാൽ അവരൊക്കെ എന്താവും? സെക്കൻഡറി ആവും. ക്ലോറിനകത്ത് വന്നാൽ എന്തായി? സെക്കൻഡറി ആയി. പുറത്ത് വന്നാൽ പ്രൈമറി. ഐഡിയ മനസ്സിലായോ? ഓക്കെ. അതിന്റെ അകത്ത് വന്നാൽ ഇതിനകത്ത് NH3 മാത്രമാണെന്നില്ല, ക്ലോറിൻ അകത്ത് വരാം, ബ്രോമിന് വരാം, H2O വരാം. അതൊക്കെ ഇനി പഠിക്കാൻ പോവാണ്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതെല്ലാം വന്നു കഴിഞ്ഞാൽ അത് ഈ ബ്രാക്കറ്റിനകത്ത് വന്നാൽ അത് മുഴുവൻ എന്താണ്? സെക്കൻഡറി. പുറത്ത് വന്ന പ്രൈമറി. കേട്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. Then fourth point. The secondary linkage to the metal. The secondary linkage to the metal. The secondary linkage to the metal. The secondary linkage to the metal have characteristic spatial arrangement. Characteristic spatial arrangement. The secondary linkage to the metal have characteristic spatial arrangement correspond to spatial arrangements correspond to different
correspond to different coordination numbers. Different coordination numbers. കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി അടുത്ത ടോപ്പിക് ആണ് ആക്ച്വലി ഈ 4 പോസ്റ്റേഷൻസ് ഉള്ളു. ഇവിടെ അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ, നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ എന്തായിരിക്കും? എ ഡബിൾ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സോൾട്ട് ആൻഡ് കോംപ്ലക്സ്. സെക്കൻഡ് ടോപ്പിക് അണ്ടർലൈൻ ചെയ്യാം. നമുക്ക് ആ പോയിന്റ് എഴുതാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓർത്ത് നോക്കാം. എഴുതി വെച്ചു. ചോദിച്ചോ ഇഗ്നാഷ്, മൈക്ക് എടുത്ത് വെച്ചിട്ട് ചോദിക്കും കേട്ടോ. ഏതാ ഹെഡിങ് ആണോ? ഡിഫറൻസ് ബിറ്റ്വീൻ ഹെഡിങ് ആണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. ഡബിൾ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാല് കോർഡിനേഷൻ കോമ്പൗണ്ട് ഷോർട്ട് ആയിട്ട് വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ്. അപ്പൊ എവിടെയെങ്കിലും കോംപ്ലക്സ് എന്ന് കണ്ടാൽ അതെന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഓർത്തു വെക്കാം. ആദ്യം നമ്മൾ ഡബിൾ സോൾട്ടിന്റെ കാര്യം എഴുതുകയാണ്. അതിന്റെ എക്സാമ്പിൾ എഴുതും. അത് കഴിഞ്ഞിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കാര്യം എഴുതും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണോ എന്ന് എഴുതി വെച്ചു. ഡബിൾ സോൾട്ട്, ഡബിൾ സോൾട്ട് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഡബിൾ സോൾട്ട് ഡിസോസിയേറ്റ് ഇൻ ടു, ഡബിൾ സോൾട്ട്, double salt dissociate into, double salt dissociate into simple ion, simple ion, ion കേട്ടോ. simple ions completely, double salt dissociate into simple ions completely when dissolved in a water. When dissolved in a water. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എക്സാമ്പിളുകളാണ്, ശ്രദ്ധിക്കുക. എക്സാമ്പിൾ പൊട്ടാഷ് അലും, പൊട്ടാഷ് അലും, ALUM, പൊട്ടാഷ് അലും കേട്ടോ, ഓർത്ത് നോക്കാം. മോർ സോൾട്ട്, പൊട്ടാഷ് അലും, മോർ സോൾട്ട്. മോർ സോൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കാനുണ്ട്. എന്തൊക്കെയായിരുന്നു മോർ സോൾട്ട്? മോർ സോൾട്ട് എന്തായിരുന്നു പറഞ്ഞു? മോർ സോൾട്ട് പ്രാക്ടിക്കലില് എന്തെല്ലാം പഠിച്ചേ? ടൈട്രേഷൻ അല്ലെ. അവിടെ നിങ്ങൾക്ക് എന്താണ് പ്രിൻസിപ്പിളിന്റെ അവിടെ ഒരു വലിയൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതാനുള്ളതല്ലേ. ഇവിടെ ഓർത്ത് നോക്കാം. മോർ സോൾട്ട് എങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും? അയൺ സൾഫേറ്റ്, അമോണിയം സൾഫേറ്റ് .6H2O ഒന്ന് പറഞ്ഞേ. അയൺ സൾഫേറ്റ്, അമോണിയം സൾഫേറ്റ് .6H2O അങ്ങനെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഓർത്തു നോക്കാം. അയൺ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? FeSO4 കിട്ടും കേട്ടോ. ഓർത്തു നോക്കാം. അല്ലാതെ കാണാൻ പഠിക്കുമ്പോ ഡോട്ട് എന്ത് വരും? ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി അല്ലെ, അവിടെ ആണ്. ഇനി എന്ത് വരും? അല്ല, അമോണിയം സൾഫേറ്റ്. അമോണിയത്തിന്റെ വാലൻസി എന്താ? അമോണിയം NH4+. അങ്ങനെയല്ലേ? NH4+ എന്ന് പറഞ്ഞാൽ 1 അല്ലേ വാലൻസി. സൾഫേറ്റ് എന്തായിരിക്കും? സൾഫേറ്റിന്റെ വാലൻസി 2 അല്ലേ? അത് ഇപ്പുറത്തേക്ക് കൊടുക്കും. അപ്പൊ എന്ത് വരും? കണ്ടോ, അമോണിയം സൾഫേറ്റ് ഡോട്ട് എന്ത് വരും? 6H2O. ഒന്ന് എഴുതി വെച്ചേ. മോർ സോൾട്ട്, മോർ സോൾട്ട്. ഇവിടെ ഡോട്ട് ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ഡോട്ടിന്റെ മീനിങ് എന്താ? 10th പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കി? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ, ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ പ്രസന്റ് ഇൻ എ യൂണിറ്റ് ഫോർമുല മാസ് അല്ലെ.
ഉണ്ടാക്കാനായിട്ട്. അത് ആദ്യത്തെ നമ്മൾ ഇതിൽ എഴുതണ ഇതാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. അതാ പറഞ്ഞു, ടൈറ്റേഷൻ അല്ലാതെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പേജിൽ എഴുതില്ലേ, ഫസ്റ്റ് ഇതായിട്ട് എഴുതുന്ന സമയത്ത് കുറെ എഴുതുമല്ലോ, ക്രോമാറ്റോഗ്രഫി അത് എഴുതിയില്ലേ, ചെയ്യിപ്പിച്ചില്ല. പിന്നെ എന്തൊക്കെ ചെയ്തു, സ്റ്റാർച്ച് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, സ്റ്റാർച്ച് സൊല്യൂഷൻ കൊളോയിഡ് ചെയ്യിപ്പിച്ചു. അത് ഓരോ സ്കൂളിലും അങ്ങനെ മാറും കേട്ടോ, ഓർത്ത് നോക്കാം. നമുക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ ഓർത്ത് നോക്കണം, ഏതൊക്കെ പഠിക്കണം, സോൾട്ട് അനാലിസിസ്, ടൈട്രേഷൻ, പിന്നെയും പഠിക്കണം. പിന്നെന്താ, നമുക്ക് എന്താണ് ആക്ച്വലി സോൾട്ട് അനാലിസിസ്, ഓർത്ത് നോക്കുക. ഈ പറയുന്ന സോൾട്ട് അനാലിസിസ് ഫിക്സ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ആ തന്നേക്കുന്ന ആനയോൺ ആൻഡ് കാറ്റയോൺ അല്ലെ, ഓർത്ത് നോക്കുക. പിന്നെ വരുന്ന ടൈട്രേഷൻ ഫിക്സ്ഡ്, ഈ രണ്ടിനുമാണ് കൂടുതൽ മാർക്ക്. പിന്നെ വരുന്ന 4 മാർക്ക് എന്ന് പറയുന്നത് ഓർഗാനിക് ഓർ കണ്ടന്റ് ബേസ് അനാലിസിസ്. ഓർഗാനിക് ഓർ കണ്ടന്റ് ബേസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇപ്പൊ ഇവരുടെ KV കേസ് എടുക്കാം. ആ KV നിങ്ങളുടെ ഒരു 20 പേരുള്ള ഒരു പ്രാക്ടിക്കൽ ഗ്രൂപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഓർഗാനിക് ഒരു 10 പേർക്ക് കൊടുക്കും. കണ്ടന്റ് ബേസ് അനാലിസിസ് എന്ന് പറയുന്നതിലാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഓരോ സ്കൂളിലും ഡിഫറൻസ് ആയിട്ട് എടുക്കും. ആ സ്കൂളിൽ എങ്ങനെയാണ് ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത്? ഇപ്പൊ സ്കൂളിൽ ഇയാൾക്ക് എന്താ എടുത്തു, ഇപ്പൊ ഇതെടുത്തു അല്ലെ, ഓർത്ത് വെക്കാം. അപ്പൊ അത് വേണമെങ്കിൽ വെക്കാം, സ്റ്റാർച്ച് വെക്കാം, ക്രോമാറ്റോഗ്രഫി വെക്കാം, മനസ്സിലായി. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുള്ളൂ, ഓർഗാനിക് ചോദിക്കൂല, അപ്പൊ അത് ചോദിക്കും, മനസ്സിലായി, ഓർത്ത് വെക്കാം. അങ്ങനെ വരുന്നതാണ് കണ്ടന്റ് ബേസസ്. പിന്നെ എന്താ ഒരെണ്ണം കൂടി ഉണ്ട്, പ്രാക്ടിക്കൽ അല്ലെ, എന്താ വൈവ ആൻഡ് അല്ലെ നമ്മുടെ റെക്കോർഡ് പ്രൊജക്ട് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് അയച്ചു തരാം. അപ്പൊ ആ ഒരു ഓർഡറിലാണ് വരിക കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് പഠിച്ചു നോക്കുക കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് വെള്ളത്തിലിട്ടാൻ പറ്റും, Fe2+ ആകും, SO4 2- ആകും, NH4+ ആകും, SO4 2- ആകും. എല്ലാം എന്താവും, ഡിസോസിയേറ്റ് ചെയ്യും. ആ കോമ്പൗണ്ട് മുഴുവൻ എന്താവും, അയോണുകളാവും. സോൾട്ട് അല്ലേ, സോൾട്ട് വാട്ടറിലിട്ടാൽ എന്ത് പറ്റും, അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. മോർ സാൾട്ട് ഒന്ന് എഴുതി വെച്ചേക്ക് എന്തായാലും, മോർ സോൾട്ട് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു ഡബിൾ സോൾട്ട് എന്ത് പറ്റും പറ, വെള്ളത്തിലിടുമ്പോ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. മറ്റേത് കംപ്ലീറ്റ് ആയിട്ട് ആവില്ല. അതാണ് അടുത്ത പോയിന്റ് എഴുതാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഇതേ സ്റ്റൈലിൽ എഴുതിയേ, കോംപ്ലക്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്, കോംപ്ലക്സ് അല്ലെങ്കിൽ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഡു നോട്ട് ഡിസോസിയേറ്റ്, അത്ര വ്യത്യാസമുള്ളൂ. കോംപ്ലക്സ് കോമ്പൗണ്ട് ഡു നോട്ട് dissociate into simple ion, do not dissociate into simple ion completely when dissolved in a water. നേരത്തെ ഓപ്പോസിറ്റ് ആക്കി എഴുതാ, അത്രേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ആദ്യം മുതല്. കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് do not dissociate into simple ions completely when dissolved in a water. എന്തുപറ്റി? ഗൂഗിള് പറഞ്ഞു, കേട്ടില്ല. do not dissociate, coordination compound do not dissociate. മറ്റേ നേരത്തെ എഴുതിയില്ലേ, അതിന് പകരം ആ do not ചേർത്താൽ മതി, വേറെ വ്യത്യാസമില്ല. do not dissociate into simple ion, do not dissociate into simple ions completely when dissolved in water, when dissolved in water. When dissolved in water. എക്സാമ്പിൾ ഏത് വേണമെങ്കിലും എഴുതാം. ഇപ്പൊ നേരത്തെ എഴുതിയ എക്സാമ്പിൾ എന്തായിരുന്നു, അത് എഴുതാം കേട്ടോ, ഏത് വേണമെങ്കിലും എഴുതാം. CONH3 6. കൗണ്ടർ അയോൺ വേണ്ട, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3+ കണ്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിന് ഒരിക്കലും വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യില്ല, ഡിസോസിയേറ്റ് ചെയ്യില്ല. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് എഴുതാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. FeCN 6 ടൈം, Mn ഇടാ ഇതിന് പകരം കേട്ടോ, ഓർത്ത് നോക്കാം. NH3 മാറ്റിയിട്ട് H2O ഇടാം. ഇഷ്ടംപോലെ ഏത് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ആൾക്കാരെ ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. അതാണ് ഡു നോട്ട് കംപ്ലീറ്റ്ലി അല്ലെ, ഡു നോട്ട് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി, കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല.
പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടർ അയോൺ അവർ കൂട്ടുന്നില്ല കോർഡിനേഷൻ കോമ്പൗണ്ട് ആയിട്ട് കേട്ടോ. ഓർത്തോ, കൗണ്ടർ അയോണിനെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആയിട്ട് അവർ എന്ത് ചെയ്യില്ല, മെൻഷൻ ചെയ്യുന്നില്ല. മനസ്സിലായി? അതിന്റെ ഒപ്പം ഉണ്ട് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഓർത്തു വെക്കാം. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ടേംസ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇമ്പോർട്ടന്റ് ടേംസ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇമ്പോർട്ടന്റ് ടേംസ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട്. നെക്സ്റ്റ് ഹെഡിങ് ഇമ്പോർട്ടന്റ് ടേംസ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട്. കുറെ തിയറി എഴുതാനുള്ളതാണ് ഈ ചാപ്റ്ററില്. ഇമ്പോർട്ടന്റ് ടേംസ് ആയിട്ട് വരുന്ന കുറെ ഉണ്ട്. ഫസ്റ്റ് സബ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടേം ആണ് കോർഡിനേഷൻ എന്റിറ്റി. ഇമ്പോർട്ടന്റ് ടേംസിന്റെ താഴെ എഴുതി വെക്കുക കോർഡിനേഷൻ എന്റിറ്റി. ENTITY കോർഡിനേഷൻ എന്റിറ്റി. കോർഡിനേഷൻ എന്റിറ്റി അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ ഡെഫിനിഷൻ ഒക്കെ എഴുതിയിട്ടൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ്, എ കോർഡിനേഷൻ എന്റിറ്റി. എ കോർഡിനേഷൻ എന്റിറ്റി contain a central metal atom. Coordination entity contain a central metal atom or ion. Central metal atom or ion. Central metal atom or ion bonded to coordination entity contain a central metal atom or ion bonded to a fixed number of molecule. Fixed number of molecule. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടൊരു കാര്യം എഴുതി വെക്കുക, ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗൻഡ് ടുഗദർ കോർഡിനേഷൻ എന്റിറ്റി ബോണ്ടഡ് ടു ഫിക്സഡ് നമ്പർ ഓഫ് മോളിക്യൂൾ. ഇത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ മനസ്സിലാക്കാൻ വേണ്ടി സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗൻഡ്. സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗൻഡ് ടുഗദർ ഈസ് നോൺ ആസ് കോർഡിനേഷൻ എന്റിറ്റി. ഓർത്തു നോക്കാതെ ഇതിങ്ങനെ എഴുതുന്നതിന് ഇതുണ്ട്. സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗൻഡും കൗണ്ടർ അയോൺ എഴുതാതെ എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോർഡിനേഷൻ എന്റിറ്റി. ഇവിടെ കുഞ്ഞു കുഞ്ഞു ടേമുകൾ വെച്ച് അവർ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, കുറച്ച് കഴിയുമ്പോൾ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയും. ഇതെന്താ ഇപ്പൊ എഴുതിയേക്കുന്നത്? കോർഡിനേഷൻ എന്റിറ്റി. ഇനി ശ്രദ്ധിക്കാം, കോർഡിനേഷൻ എന്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ മെറ്റൽ ലിഗൻഡ് ഉള്ളൂ. ഈ ബ്രാക്കറ്റ് നോക്കണില്ല അവര്. ഐഡിയ മനസ്സിലായി? എക്സാമ്പിൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുള്ളൂ. ഇതിന്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതുള്ളൂ. പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ സെൻട്രൽ മെറ്റലും ലിഗൻഡിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ കോർഡിനേഷൻ, നമ്മൾ പറഞ്ഞല്ലോ സ്പിയർ, കോർഡിനേഷൻ സ്പിയർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗൻഡ് എൻക്ലോസ്ഡ് ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ് ടുഗദർ ഈസ് നോൺ ആസ്. അപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റും കൂടി കൂടിയാ എന്ത് വിളിക്കും? കോർഡിനേഷൻ സ്പിയർ. കേട്ടോ, അറിപ്പോകരുത് കേട്ടോ. പുറത്തു എക്സാമ്പിൾ എഴുതി വെക്കുക കേട്ടോ. എക്സാമ്പിൾ CuNH3 6 ടൈം. എക്സാമ്പിൾ കേട്ടോ. ഒരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ 2 എക്സാമ്പിൾ എഴുതിക്കോ. എല്ലാത്തിലും ഈ എക്സാമ്പിൾ എഴുതാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ COയ്ക്കൊക്കെ പകരം വേറെ എന്തെങ്കിലും കൊടുക്കാം അല്ലെ? ഓർത്ത് നോക്കാം. FEയുടെ കൊടുക്കാം. FE CN 6 ടൈം 4- ഇവിടെ ഓർത്ത് നോക്കാം. FE CN 6 ടൈം 4-. FE എന്താ? സെൻട്രൽ മെറ്റൽ ആറ്റം. CN എന്താണ്? ലിഗൻഡ്. സയനറ്റോ എന്നൊക്കെയാണ് പേരൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനുണ്ട് നമുക്ക്. സയനറ്റോ, നീഡോ അല്ല, കേട്ടോ. ക്ലോറിഡോ ആണ് കേട്ടോ. മറ്റേ ചോക്കാര് കാർബണേറ്റോ കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി അതിൽ തന്നെ 2 വ്യത്യാസമുണ്ട്. എന്താണ്? കാറ്റിയോണിക് എന്റിറ്റി ഉണ്ട്, ആനയോണിക് എന്റിറ്റി ഉണ്ട്. അവിടെ വെച്ച് ചെറിയൊരു വ്യത്യാസം വരും. ചോദിച്ചു. AG പിന്നെ AgNH3 വരും കേട്ടോ. AG ഒക്കെ എന്താ? ഡി അല്ലേ? ഡി ബ്ലോക്ക് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വരും. അപ്പോ ഇവിടെ ഒരു ഉപയോഗിക്കുന്ന എല്ലാം മിക്കതും ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കുക. ഇവിടെ ഉള്ളതിനൊക്കെ പേരുകളുണ്ട്. അതൊക്കെ നമ്മൾ നോമൻക്ലേച്ചറിൽ ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് പഠിക്കും കേട്ടോ. ഓർത്ത് നോക്കുക. ക്ലിയർ ആയി? ഏതാ?
പി ബ്ലോക്ക് വരില്ല. എന്തുകൊണ്ടാ? നോർമലി അലൂമിനിയം ഒക്കെ വരാം, പക്ഷേ എന്തുകൊണ്ടായിരിക്കും പി ബ്ലോക്ക് ഇതിൽ വരാത്തത്? എന്തുകൊണ്ടായിരിക്കും? കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് കുറെ മോളിക്യൂൾസ് വരുന്നില്ലേ, അത് ഹോൾഡ് ചെയ്യാൻ എന്ത് വേണം? ഡി ഓർബിറ്റൽ വേണം. എന്ത് വേണം? ഡി ഓർബിറ്റൽ. കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ പണ്ടുണ്ട് ഡേറ്റീവ് ബോണ്ട് ഓർ കോർഡിനേറ്റ് ബോണ്ട്. എവിടെ പഠിച്ചത്? ആദ്യം 11th ഷെയറിംഗില്. ഷെയർ ചെയ്യില്ലേ നമ്മൾ? ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ? കോവാലൻ ബോണ്ട് ആണ്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞ കോവാലൻ ബോണ്ട് അല്ലേ? CH4 അല്ലെ? ഓർത്ത് വെക്കാം. അവിടെ കാർബണും ഹൈഡ്രജനും തമ്മിൽ എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്യും. ഈ ബോണ്ട് എന്താ? ഷെയർ ചെയ്യില്ല. ഷെയർ ചെയ്യുന്നത് ഒരാള് കൊണ്ടുവരണം. ഐഡിയ മനസ്സിലായോ? ഓർത്ത് വെക്കാം. എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുമ്പോൾ ഒരാൾ കൊണ്ടുവരണം, ആ രീതിയിൽ എന്ന് ഓർത്ത് വെക്കാം. ഇപ്പോ ഇയാൾക്ക് കോർഡിനേറ്റ് ബോണ്ട് വേണമെങ്കിൽ അല്ലെ, ഓർത്ത് വെക്കാം, ഇയാൾ എന്ത് ചെയ്യും? കുറെ ചോക്ലേറ്റ് കൊണ്ടുവരുന്നു, എല്ലാവർക്കും എന്ത് ചെയ്യുന്നു അല്ലെ, കൊടുക്കുന്നു. ഇയാൾക്ക് തിരിച്ചു വല്ലതും തരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഒരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അവിടെ ട്രാൻസ്ഫർ അല്ല ശരിക്കും നടക്കുന്നത്, ഷെയറിംഗ് ആണ് ആക്ച്വലി. താനും കഴിക്കുന്നുണ്ട്. ഐഡിയ മനസ്സിലായോ? ഓർത്ത് നോക്കുക. അപ്പൊ അതുപോലെയാണ്. അപ്പൊ ഈ NH3 എന്ന് പറയുന്ന അതിന് 2 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? NH3 കൊബാൾട്ടിന് ഷെയർ ചെയ്യാൻ കൊടുക്കും. ട്രാൻസ്ഫർ ചെയ്ത പ്ലസ് വരും, ഷെയർ ചെയ്യാൻ കൊടുക്കും. ബാക്കി ഇവിടെ എന്താവും? ബോണ്ട് ഉണ്ടാവും. അങ്ങനെ ബോണ്ട് പെയർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർഡിനേറ്റ് ബോണ്ട് ഓർ ഡേറ്റീവ് ബോണ്ട്. കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരെണ്ണം ഞാൻ എടുക്കുന്നു, ഇയാൾ ഒരാൾ എടുക്കുന്നു അല്ലെ, ഷെയർ ചെയ്യുന്നു. ഓർത്ത് വെക്കാം. അങ്ങനെ വരുന്നതാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്? കോവാലൻ ബോണ്ട് കേട്ടോ. ഓർത്ത് വെക്കാം. പണ്ടൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യും. ഇപ്പൊ ഇയാളുടെ 5 rupees ഉണ്ട്, എൻ്റെ 5 rupees ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മിഠായി വാങ്ങിക്കും കേട്ടോ. അന്ന് 10 rupees അല്ലേ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇനി തന്റെ 5 കൊടുത്തിട്ട് ആ ഒരു മിഠായി തരുമോ? ഒരു പകുതി ഒടിച്ചു തരുമോ കടക്കാരൻ? തരുമോ? ഇല്ല. ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് ആ മിഠായി അത് ഷെയറിംഗ് ആണ്. അതിനെന്ത് വിളിക്കും? നമുക്ക് കോവാലൻ ബോണ്ട് എന്ന് വിളിക്കും. വേറൊരു കോർഡിനേറ്റ് ബോണ്ട് ആവണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം അല്ലെ? 10 rupees തന്റെ കയ്യിലുണ്ട്, കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, ഷെയർ ചെയ്യുന്നു. അങ്ങനെ വന്നാൽ അതെന്താവും? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും. അപ്പോ ബോണ്ട് ഉണ്ടാകുമ്പോ എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുമ്പോൾ ഒരു ആറ്റം തന്നെ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും അല്ലെ? ഷെയർ ചെയ്യാൻ കൊടുക്കും. അങ്ങനെ വന്നാൽ അത് ഡേറ്റീവ് ബോണ്ട് ആണ് കേട്ടോ. ഓർത്ത് വെക്കാം. ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് ഹലോ, എന്ത് പറ്റി? ഓൺലൈനിൽ ബാക്കി ഇരിക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആണോ? ഓക്കെ, ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇവിടെ ഇപ്പോ സിഗ്നൽ സ്ട്രെങ്ത് നമ്മൾ ഇവിടെ ഇട്ടേക്കുന്ന ഇതിന്റെ ഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. നിങ്ങൾ ഒന്ന് ഓൾറെഡി ഓൺ ആയിട്ടേ വീണ്ടും ഒന്ന് റീ എൻറ്റർ ചെയ്ത് നോക്കുക കേട്ടോ. ജെഫ്രി എങ്ങനെയാണ്? കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. കുഴപ്പമില്ല. എഗ്നാസ് ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? അടുത്ത് വെച്ച് പറയണം കേട്ടോ മൈക്ക്, അല്ലെങ്കിൽ കേൾക്കില്ല. ബാക്കി ആൾക്കാരെ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ പറഞ്ഞു. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാ? എഗ്നാസ് ഒന്ന് അടുത്ത് വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ക്രിസ് എങ്ങനെയുണ്ട്? എഗ്നാസിന്റെ മൈക്ക് ഓൺ ആണ്, പക്ഷെ കേൾക്കുന്നില്ല സൗണ്ട്. ക്രിസ്, ഗോകുല, റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര്. ജെഫ്രി ഓക്കെ ആണോ? ജെഫ്രി ഓക്കെ പറഞ്ഞാണ്. ഗോകുല, ജൂലിയൻ, നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്ത് നിങ്ങളെ ഒന്ന് ഓൾറെഡി കട്ട് ചെയ്തിട്ടൊന്ന് കയറി നോക്കിയേ. ഒന്ന് കട്ട് ചെയ്തിട്ട് കയറി നോക്കുക കേട്ടോ.
നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. സ്ട്രെങ്ത് ഒക്കെ കാണിക്കുന്നുണ്ട്, പിന്നെ വേറെ എന്താണെന്ന് അറിയില്ല. സ്റ്റക്കാണോ എപ്പോഴും? കേട്ടോ, നിങ്ങൾ ആവുകയാണെങ്കിൽ ഇതിൽ മെസ്സേജ് അയക്കണം കേട്ടോ, മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്തിങ്ങനെ ഇപ്പൊ ഞാനായാലും ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് കയറി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്ട്രെങ്ത് ഇവിടെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഇത് ജിയോ ഫൈബർ ഫുൾ സ്ട്രെങ്ത്തിൽ കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, തന്നെ എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ലിഗൻഡ് കേട്ടോ. അതിനിടയിൽ സെൻട്രൽ മെറ്റലാറ്റം ഉണ്ട്. സെൻട്രൽ മെറ്റലാറ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അല്ലെ കോർഡിനേഷൻ കോമ്പൗണ്ടില് ലിഗൻസ് അറ്റാച്ച് ചെയ്യുന്ന ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്താ, സെൻട്രൽ മെറ്റലാറ്റം. അത് വേറെ ചോദിക്കില്ല. അതുകൊണ്ട് ലിഗൻഡ്. അടുത്ത ഹെഡിങ് ലിഗൻഡ്, LIGANDS കേട്ടോ, ലിഗൻസ്. ലിഗൻസ് പല കാറ്റഗറിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഡൈഡിൻഡേറ്റ്, പോളിഡിൻഡേറ്റ്, യൂണിഡിൻഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ലിഗൻസിന്റെ കാറ്റഗറി പറയണ സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ആറ്റം ഓർ മോളിക്യൂൾ ഡയറക്ട്ലി അറ്റാച്ച് ടു എ മെറ്റൽ ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് നമുക്ക് എന്ത് വിളിക്കാം, ലിഗൻസ് എന്ന് വിളിക്കാം. ഇവിടെ ഓർത്ത് വെക്കാം. അപ്പോ ഈ NH3 ലിഗൻഡ് ആണ്. എന്തുകൊണ്ടാണ് ലിഗൻഡ് ആയത്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിഗൻസ് എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെക്കാം. അതിൽ തന്നെ ഒരു ഡോണർ ആറ്റം വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഡെൻഡേറ്റ്. എന്താ വിളിക്കുന്നത്, യൂണിഡെൻഡേറ്റ്. അപ്പൊ ലിഗൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ലിഗൻസ് ആരാ? ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം അറ്റാച്ച് ടു എ സെൻട്രൽ മെറ്റൽ ആറ്റം. അതിൽ തന്നെ ഒരു സിംഗിൾ ആറ്റം ആണെങ്കിൽ അതിനെന്ത് വിളിക്കും, യൂണിഡെൻഡേറ്റ് കേട്ടോ. താഴെ എഴുതി വെക്കുക, യൂണിഡെൻഡേറ്റ്. UNI ഞാൻ എഴുതാം, യൂണിഡെൻഡേറ്റ്. യൂണിഡെൻഡേറ്റ്, 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 യൂണിഡെൻഡേറ്റ്. അവിടെ എഴുതി വെക്കുക, സിംഗിൾ ഡോണർ ആറ്റം, സിംഗിൾ ലിഗൻഡിന്റെ അണ്ടറില് താഴെ പല ടൈപ്പ് ഓഫ് ലിഗൻഡ് ഉണ്ട്. ആ ലിഗൻഡ് ആണ് എഴുതുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. ലിഗൻഡിന്റെ താഴെ യൂണിഡെൻഡേറ്റ്, യൂണിഡെൻഡേറ്റ് കേട്ടോ, ഓർത്ത് വെക്കാം. അതെന്താന്ന് എഴുതാൻ പോവാണ് കേട്ടോ, ഓർത്ത് വെക്കുക. യൂണിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ലിഗൻഡുകൾ കുറെ ടൈപ്പ് ഉണ്ട്. അതില് യൂണിഡെൻഡേറ്റ്, ഡൈഡിൻഡേറ്റ്, ദെൻ പോളിഡെൻഡേറ്റ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ യൂണിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തു വെക്കുക, ലിഗൻഡിൽ തന്നെ ഒരു ഡോണർ ആറ്റം വന്നു കഴിഞ്ഞാൽ സിംഗിൾ ഡോണർ ആറ്റം പ്രസന്റിനെ ലിഗൻഡ് ആണ് കേട്ടോ, ഓർത്തു വെക്കുക. അപ്പൊ യൂണിഡെൻഡേറ്റ് ഹൈഫൺ എഴുതി വെക്കുക, സിംഗിൾ ഡോണർ ആറ്റം പ്രസന്റിനെ ലിഗൻഡ്, സിംഗിൾ ഡോണർ ആറ്റം പ്രസന്റിനെ ലിഗൻഡ്, സിംഗിൾ ഡോണർ ആറ്റം പ്രസന്റിനെ ലിഗൻഡ്. സിംഗിൾ ഡോണർ ആറ്റം പ്രസന്റിനെ ലിഗൻഡ്, സിംഗിൾ ഡോണർ ആറ്റം പ്രസന്റിനെ ലിഗൻഡ്. ഇവിടെ നമുക്ക് ചലഞ്ച് വരുന്നത് ഈ എക്സാമ്പിൾസ് കുറച്ച് കാണാതെ നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ കേട്ടോ. ഈ സിംഗിൾ ഡോണർ ആറ്റം വരുന്ന യൂണിഡെൻഡേറ്റില് പുറത്തു വെക്കാം, ക്ലോറിൻ, വാട്ടർ, NH3 ഇതെല്ലാം എന്താണ്, സിംഗിൾ ഡോണർ ആറ്റം വരുന്നതാണ്. അപ്പൊ യൂണിഡെൻഡേറ്റ് അതിന്റെ താഴെ എക്സാമ്പിൾ എഴുതി വെക്കുക. ഡെഫിനിഷൻ എഴുതിയല്ലോ, സിംഗിൾ അല്ലെ ഡോണർ ആറ്റം പ്രസന്റ് ഇൻ ലിഗൻഡ്. എക്സാമ്പിൾ ക്ലോറിൻ, ബ്രോമിൻ, H2O, NH3. ഇതെല്ലാം എക്സാമ്പിൾ ആണ്, എക്സെട്ര. അടുത്ത് എഴുതി വെക്കുക, ഡൈഡെൻഡേറ്റ്.
DIDENTE, ഡൈഡെന്റേറ്റ്. യൂണിക്ക് പകരം ഡൈ കൊടുക്കാം, ഡൈഡെന്റേറ്റ്. ഡൈഡെന്റേറ്റ്. Two donor atom, TWO, two donor atom present in a ligand. Two donor atom present in a ligand. Two donor atom present in a ligand. അപ്പൊ നേരത്തെ NH3 കണ്ടല്ലോ, ആ NH3യുടെ പൊസിഷനിൽ എന്തൊക്കെ ഇടാവുമായിരിക്കും? H2O, Br, ക്ലോറിൻ, കുറെ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ യൂണിഡെന്റേറ്റ് നമ്മൾ കാണാതെ പഠിച്ചു നോക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി പഠിക്കുന്നത് ഡൈഡെന്റേറ്റ് ആണ്. ഡൈഡെന്റേറ്റ് ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിളുകൾ കാണാതെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഓർത്ത് നോക്കാം. അതിൽ വരുന്നതാണ് ഓക്സിലേറ്റോ എന്ന് പറയുന്ന ഒരു മോളിക്യൂളും അതുപോലെ ഈഥേൻ 1,2 ഡയമീനും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആദ്യത്തത് ഓക്സിലേറ്റ്. ഓക്സിലേറ്റ് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞാൽ C2O4 2-, ഇതാണ് ഓക്സിലേറ്റ്. ഇതിന് സ്ട്രക്ചർ അറിയണം കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്സിലേറ്റ് ആരാണ് 2 ഡോണർ ആറ്റം അതൊന്നും നമുക്കൊന്നും അറിയാം. ഇവിടെ നോക്കിയേ, 2 കാർബൺ ഉണ്ട്, 2 C. ഇവിടെയൊക്കെ OO, COO-, ഓർത്ത് നോക്കാം. അപ്പൊ ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ഇത് മെറ്റൽ ആണ് കണ്ടോ, കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് ഈ മെറ്റൽ. ആ മെറ്റലിലേക്ക് 2 ഡോണർ ആറ്റംസ് അതിലേക്ക് ജോയിൻ ചെയ്യും. 2 ഡോണർ ആറ്റംസ് ഇത് ഇവിടെ നോക്കി, ഈ ഓക്സിജനും ഇതുണ്ട്, ഈ ഓക്സിജനും ഇങ്ങനെ വരുമ്പോഴാണ് ഇത് എന്തായി മാറുന്നത്? 2 ഡോണർ ആറ്റം പ്രസന്റ് ഇൻ എ ലിഗൻഡ്. അപ്പൊ എന്ത് വരും? ഡൈഡെന്റേറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് വരച്ചു നോക്കണം. എം മെറ്റൽ. മെറ്റൽ എന്ന് പറയുമ്പോൾ ആരൊക്കെ ആവാം? നേരത്തെ പറഞ്ഞേ കൊബാൾട്ട് അല്ലെ, നിക്കൽ. ഡി ബ്ലോക്ക് ആവാം അല്ലെ, ഡി ബ്ലോക്കിലെ കൊബാൾട്ട്, നിക്കൽ, വനേഡിയം അല്ലെ, അങ്ങനെ വരുന്ന മാംഗനീസ്, അതൊക്കെ ആവാം മെറ്റൽ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ മെറ്റലിലേക്ക് 2 ഡോണർ ആറ്റം വരുമ്പോഴാണ് 2 ഡോണർ ആറ്റം വന്നാൽ ഡൈഡെന്റേറ്റ്. ഇതിന്റെ പേരെന്താണ്? ഓക്സിലേറ്റ് കേട്ടോ. വിളിക്കുമ്പോൾ ഓക്സിലേറ്റോ എന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഓക്സിലേറ്റ് അയോൺ എന്നാണ് വിളിക്കുക കേട്ടോ, ഓർത്തോ. ഓക്സാലിക് ആസിഡ് ഓർമ്മയില്ലേ? COH കേട്ടോ, ഓർത്ത് നോക്കാം. അതിൽ നിന്നാണ് ഓക്സിലേറ്റ് അയോൺ ഉണ്ടാവുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഡൈഡെന്റേറ്റിലെ രണ്ടാമത്തെ എക്സാമ്പിൾ, ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ വരുന്നത് ഈഥേൻ 1,2 ഡയമീൻ. ഈഥേൻ 1,2 ഡൈഅമീൻ. എത്ത് എന്ന് പറയുമ്പോൾ എത്ര കാർബണാ? 2. ദേ നോക്ക്, എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, എത്ത്. ഇനി എന്താ? 1,2 ഡൈഅമീൻ. അമീൻ എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രൂപ്പാ? NH2. ഇവിടെയും NH2. ഇനി എച്ചിന്റെ വാലൻസി നോക്കിയിട്ട് അല്ലെ, കാർബണിന്റെ വാലൻസി അറിയാം 4 ആണ്, അതനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. ഇതാണ് ഈഥേൻ 1,2 ഡയമീൻ. ഇതിലേക്ക് നൈട്രജൻ ആണ് ഡോണർ ആറ്റം വരുന്നത്. ഇവിടെ നൈട്രജൻ, ഈ 2 നൈട്രജനും ഈ മെറ്റലിലേക്ക് ജോയിൻ ചെയ്യും. M ആണ് മെറ്റലിലേക്ക്. അപ്പോ ഇവിടെ വരുന്ന ഡോണർ ആറ്റം ആരൊക്കെയാണ്? 2 നൈട്രജൻ. അവർക്ക് ലോൺ പേയേഴ്സ് ഉണ്ട്. അപ്പോ ഇതാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ ഡൈഡെന്റേറ്റ് ആണ്. അപ്പൊ ഏതൊക്കെ നോക്കി? യൂണിഡെന്റേറ്റ്, ഡൈഡെന്റേറ്റ് കേട്ടോ, ഓർത്ത് നോക്കുക. യൂണിഡെന്റേറ്റ് നോക്കി, ഡൈഡെന്റേറ്റ് നോക്കി കേട്ടോ, ഓർത്ത് നോക്കുക. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, പോളിഡെന്റേറ്റ്. നെക്സ്റ്റ് പോളിഡെന്റേറ്റ്. പോളി എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? അപ്പൊ ഡൈഡെന്റേറ്റ് വരക്കുക കേട്ടോ. ആരെങ്കിലും വരക്കാത്തുണ്ടെങ്കിൽ എടുത്ത് വരക്കുക, ക്ലിയർ ആക്കുക കേട്ടോ. കഴിഞ്ഞോ അല്ലേ? ചോദിച്ചോ മോനെ? ഒന്നും കൂടി ഉറക്കനെ പറഞ്ഞു. ഏത്? ഈഥേൻ 1,2 ഡയമീൻ ആണോ? ആ, ലിഗൻഡിൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, അത് ഇത്ര എഴുതിയാൽ മതി. എന്തായിരുന്നു? ആറ്റം ഓർ മോളിക്യൂൾ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ സെൻട്രൽ മെറ്റൽ ആറ്റം, ദാറ്റ് ഈസ് നോൺ ആസ് ലിഗൻഡ്. അതുപോലെ തന്നെ സെൻട്രൽ മെറ്റൽ ആറ്റവും അത് അവർ എടുത്ത് ചോദിക്കില്ല. സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലെ? എന്തായിരിക്കും? ഓർത്തു നോക്കുക, ഒരു മെറ്റൽ ഉണ്ടാവും, അതിന് ചുറ്റിനും സറൗണ്ടിങ് ആയിട്ട് ലിഗൻസ് ഉണ്ടാവും. ലിഗൻഡ് അറ്റാച്ച് ടു എ മെറ്റൽ ഈസ് നോൺ ആസ് സെൻട്രൽ മെറ്റൽ ആറ്റം. ആ രീതിയിലാണ് പറയാം കേട്ടോ, ഓർത്തു നോക്കാം. അപ്പോൾ ലിഗൻഡിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഇല്ല, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്തായിരിക്കും? ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഡയറക്ട്ലി അറ്റാച്ച് ടു എ സെൻട്രൽ മെറ്റൽ ആറ്റം.
ഓർത്ത് വെക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് ലിഗൻഡ് കേട്ടോ. അതിന്റെ അണ്ടറിലാണ് യൂണിഡിൻഡേറ്റ്, ഡൈഡിൻഡേറ്റ്, ഇനി അടുത്താണ് പോളിഡിൻഡേറ്റ് കേട്ടോ. അടുത്ത ഹെഡിങ് പോളിഡിൻഡേറ്റ്. ചോദിച്ചോ. കോർഡിനേഷൻ എൻറ്റിറ്റി അതില് കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ എന്തായാലും ചോദിച്ചോ. എക്സാമ്പിൾ CO NH3 6 times 3+ എന്ന് എഴുതിയത് എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് കേട്ടോ. ചോദിച്ചു. ചോദിച്ചു. ടു ഡോണർ ആറ്റം പ്രസന്റ് ഇൻ എ ലിഗൻഡ്, അതാണ് എഴുതിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എക്സാമ്പിൾ എഴുതിയത്. ഓക്കെ ആണോ കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് പോളിഡെൻഡേറ്റ്. നെക്സ്റ്റ് ഹെഡിങ് പോളിഡെൻഡേറ്റ്. പോളിഡെൻഡേറ്റ് എഴുതി വെക്കാം. When several donor atom present in a ligand. When several donor atom present in a ligand. When several donor atom present in a ligand. കുറേ നമ്പർ അല്ലേ. When several donor atom present in a ligand. ഇവിടെയും എക്സാമ്പിളിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാമ്പിൾ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നേക്കുന്നത് EDTA. വേഗം എടുത്ത് എഴുതിയേ. EDTA അതിന്റെ ഫുൾ ഫോം എഴുതണം. എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ്. എത്തിലീൻ ഡയമീൻ ടെട്രാ 4 അല്ലേ. ടെട്രാ അസറ്റേറ്റ്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. ഓർത്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ ഷേപ്പ് നമുക്ക് നോക്കാം. എത്ത് എന്ന് പറഞ്ഞ എത്ര കാർബണാ? 2. അതേ സ്റ്റൈലിൽ വരിക കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. എത്ത് ഡൈ അമീൻ. അമീൻ എന്ന് പറഞ്ഞ NH2 ഗ്രൂപ്പ് അല്ലേ. ഓർത്ത് നോക്കാം. പക്ഷെ ഇവിടെ N എന്ന് എഴുതാണ്. നമ്മൾ പഠിച്ചിരുന്നു അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതൊക്കെ അമീൻസുകളുണ്ട്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ടെറിഷറിക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് എഴുതില്ലായിരുന്നു? H എഴുതില്ലായിരുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. ഓർമ്മയുണ്ടോ? ഓക്കെ, ഇത് ടെറിഷറി കാറ്റഗറിയാ, അതുകൊണ്ടാണ് നമ്മൾ N എന്ന് എഴുതിയത്. അപ്പൊ എത്ത് ഡയമീൻ. ടെട്രാ എന്ന് പറഞ്ഞാൽ എത്രയാ? ടെട്രാ എന്ന് പറഞ്ഞാൽ 4 അല്ലെ. ഓർത്ത് നോക്കുക. 4 അസറ്റേറ്റ് എന്ന് പഠിക്കുകയാണ്. അസറ്റിക് ആസിഡ് എന്ന് നമ്മൾ 10th പഠിച്ചിട്ടുണ്ടല്ലോ. CH3 ആരാ പറഞ്ഞ? COOH അല്ലെ. CH3COH അസറ്റിക് ആസിഡ് വിനെഗർ എന്നാ. അപ്പൊ അസറ്റേറ്റ് എന്തായിരിക്കും? CH3CO മൈനസ്. ഓർത്ത് നോക്കുക. ആ എച്ചിനെ മാറ്റും. എച്ചിനെ മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അസറ്റേറ്റ് അയോൺ കിട്ടുന്നത്. ഇപ്പൊ ടെട്രാ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അസറ്റേറ്റ് വരും കേട്ടോ. ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നിങ്ങൾ ഇത് കാണാതെ വരച്ചു പഠിച്ചു എന്ന് കരുതാം. അങ്ങനെ പഠിച്ചിട്ട് ചിലപ്പോൾ കിട്ടാതെ വന്നാൽ നമ്മളത് ബ്രെയിനിൽ ഇങ്ങനെ ആലോചിക്കണം, എന്ത് സാധനമാണിത്, ഇതിന്റെ ഫുൾ ഫോം കിട്ടുന്നുണ്ട്, ഈ സ്ട്രക്ചർ എങ്ങനെ കിട്ടും? ടെട്രാ 4 നോക്കിയേ, അതുണ്ടോ 4 എണ്ണം വരും ഇവിടെ ഉണ്ട്. ഈ നൈട്രജനിൽ 2 എണ്ണം. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COH ആദ്യം നിന്ന് ഒരു H മാറ്റുമ്പോ CH2 വാലൻസി കറക്റ്റ് ആവണ്ടേ, അതുകൊണ്ടാണ് ഒരു H മാറ്റുന്നത്. COO മൈനസ് CH2 COO മൈനസ് CH2 COO മൈനസ് CH2 COO മൈനസ്. ഇവിടെ ഒരു മെറ്റൽ വരച്ചു കഴിഞ്ഞാൽ ആ മെറ്റലിലേക്ക് ഇവരെല്ലാം വരും. ഇനി കാർബണിന്റെ ബാലൻസ് എത്രയാ? അതില് 4 ആവണ്ടേ. അപ്പൊ എന്ത് കൊടുക്കണം? CH2 കേട്ടോ. ഓർത്ത് നോക്കി. ഇതാണ് EDTA. എത്ത് ഡയമീൻ ടെട്ര 1 2 3 4 അസറ്റേറ്റ് കണ്ടോ. ഓർത്ത് നോക്കാം. വേഗം വരച്ചു നോക്കാം.
അത് ജനറൽ നെയിം ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. ഇല്ല, എത്തിന്ന് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഹെക്സാഡെൻഡേറ്റ് ആണ്. എന്ത് എഴുതണം? ഹെക്സാഡെൻഡേറ്റ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ഡെൻസിറ്റി? ഡോണർ ആറ്റം. ഹെക്സാഡെൻഡേറ്റ് കേട്ടോ, ഓർത്ത് വെക്കാം. ഹെക്സാഡെൻഡേറ്റ് ആവാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ നൈട്രജന് ലോൺ പെയർ ഉണ്ടാവും, ഉണ്ടോ? ഇപ്പൊ ഈ നൈട്രജൻ ഈ മെറ്റലിലേക്ക് ജോയിൻ ചെയ്യും. എത്ര ഓക്സിജൻ ഇവിടെ? 1 2 3 4 കണ്ടോ? അപ്പൊ ഈ 4 എണ്ണവും, ഇത് 5 ഇത് 6 കേട്ടോ. പല ആൾക്കാരും ഈ ഇത് മാത്രമേ കാണുള്ളൂ കേട്ടോ, 4 എന്ന് എഴുതും. അതുകൊണ്ട് ഇത് 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ട് കണ്ടവാനം ചോദിച്ചിട്ടുണ്ട്. ഹെക്സാഡെൻഡേറ്റ്. ഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അവിടെ ഡോണർ ആറ്റം എത്ര ഉണ്ട്? 6. 6 ഡോണർ ആറ്റം പ്രസന്റ് കേട്ടോ. അത് ഫുൾ ആയിട്ട് എഴുതണം, ഹെക്സാഡെൻഡേറ്റ്. അപ്പോ പോളിഡെൻഡേറ്റിലെ എക്സാമ്പിൾ EDTA, അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഡോണർ ആറ്റം എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ, ഓർത്ത് വെക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഡോണർ ആറ്റം. അപ്പൊ ഹെക്സാഡെൻഡേറ്റ് ബ്രാക്കറ്റിൽ എഴുതി വെക്കണം ക്ലിയർ ആയിട്ട്. എന്ത് എഴുതണം? 6 ഡോണർ ആറ്റം പ്രസന്റ് ഇൻ എ ലിഗൻ. 6. ഏത് ഡെൻഡേറ്റ്? ഇത് 2 എണ്ണം. നൈട്രജൻ ഇല്ലേ? നൈട്രജൻ എന്തുണ്ട്? ലോൺ പെയർ. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5. 5 എണ്ണത്തിൽ 3 ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ ലോൺ പെയർ വരില്ലേ? ആ ലോൺ പെയറിൽ വരെ ഇലക്ട്രോൺ അയക്ക് കൊടുക്കും മെറ്റൽ ആറ്റത്തിന്. എന്നിട്ട് അവര് തമ്മിൽ എന്തുണ്ടാവും? ബോണ്ട് കേട്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെ വരുന്നതാണ് കേട്ടോ ഡെൻസിറ്റി. അപ്പൊ ഹെക്സാഡെൻഡേറ്റ്. അപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന പാറ്റേൺ എന്ന് പറയാം: യൂണിഡെൻഡേറ്റ്, ഡൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ്. അപ്പൊ ആ ഡെൻസിറ്റി കഴിയും. അത് കഴിഞ്ഞിട്ടാണ് അംബിഡെൻഡേറ്റ്. അംബിഡെൻഡേറ്റ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആംബിഡൻ ന്യൂക്ലിയോഫൈൽ, അത് തന്നെയാണ്. 2 അറ്റാക്കിംഗ് സൈറ്റ്. ഇവിടെ ആവുമ്പോൾ എന്ത് പറയും? അറ്റാക്കിംഗ് സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ എഴുതിയേക്കുന്നത് 2 ന്യൂക്ലിയോഫിലിക് സെന്റർ പ്രസന്റ് ഇൻ എ, അല്ലെ? ഓർത്ത് നോക്കാം. ആ അംബിഡെൻഡേറ്റ് എവിടെ എഴുതിയെന്ന് ഓർമ്മയുണ്ടോ നിങ്ങള്? എവിടെ? ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിനില് SN ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, അതിന് മുമ്പായിട്ടാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലെ. KCN AgCN അല്ലെ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ അതേ പാറ്റേൺ തന്നെയാണ്. 2 ഡിഫറെന്റ് ഡോണർ ആറ്റം പ്രസന്റ് ഇൻ എ ലിഗൻ. അതിനെയാണ് നമ്മൾ അംബിഡെൻഡേറ്റ് എന്ന് എഴുതാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ നിന്ന് എഴുതി വെച്ചോ, അംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽ AMBI ആണ്. അപ്പൊ ഇത് പോളിഡെൻഡേറ്റ്. ഇതെല്ലാവരും വരച്ചോ? ആരെങ്കിലും വരക്കാത്തതുണ്ടോ? ഓൺലൈനിൽ ആരെങ്കിലും വരക്കാത്തുണ്ടെങ്കിൽ വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എഴുതാനുള്ളതാണ് അംബിഡെൻഡേറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. അവിടെ എഴുതി വെക്കുക 2 ഡിഫറെന്റ് ഡോണർ ആറ്റം, 2 ഡിഫറെന്റ് ഡോണർ ആറ്റം present in a unidentate ligand. 2 different donor atom present in a 2 different donor atom present in a unidentate ligand. 2 different donor atom present in a unidentate ligand. More than 2 അല്ല, ഒരു ഡോണർ ആറ്റം more than 2 പറ്റില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഉണ്ടാവാറില്ല. 2 ഡിഫറെന്റ് ഡോണർ ആറ്റം പ്രസന്റ് ഇൻ എ യൂണിഡെൻഡേറ്റ് ലിഗൻഡ്. യൂണിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ഡോണർ ആറ്റം ആണ്. പക്ഷെ ഒരു ടൈമില് സിംഗിൾ ഡോണർ ആറ്റം പറ്റുള്ളൂ, ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞപ്പോ ഞാനും അച്ഛന്തും കൂടി കടയിൽ പോകുന്നു കേട്ടോ, ഓർത്ത് നോക്കാം. ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുന്നു. ഒരു പ്രാവശ്യം അച്ഛന്ത് പൈസ കൊടുക്കുന്നു എന്ന് കരുതാം, ഓർത്ത് നോക്കാം. അപ്പൊ അവിടുത്തെ ഡോണർ ആറ്റം ആരാ? അച്ഛന്ത് കേട്ടോ, ഓർത്ത് നോക്കാം അല്ലെ, ഓർത്ത് നോക്കാം. അടുത്ത പ്രാവശ്യം ഞാൻ കൊടുക്കുന്നു. അതാണ് ആക്ച്വലി പറയുന്നത്. രണ്ടുപേർക്കും എന്താണ്? ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ കയ്യിൽ എന്തുണ്ട്? പൈസ ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കുക. രണ്ടുപേരും ഡൊണേറ്റ് ചെയ്യും. ഇനി ഓൾ എന്റെ കയ്യിൽ ഒരിക്കലും പേഴ്സ് എടുക്കാറില്ല എങ്കിൽ എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഗ്രൂപ്പാണ് പോകുന്നത്, യൂണിഡെൻഡേറ്റ് തന്നെയാണ് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പോ ഒരു ടൈമില് എന്താണ്? രണ്ടുപേരുണ്ട്, രണ്ടുപേർക്കും ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരു സമയത്ത് ഒരാള് അല്ലെങ്കിൽ മറ്റേ ആള്, ആ രീതിയിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. എക്സാമ്പിൾ എഴുതാം കേട്ടോ. എക്സാമ്പിൾ
എക്സാമ്പിൾ മെറ്റൽ ആറ്റത്തിലേക്ക് NO2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. NO2 ഇവിടെ നൈട്രജൻ ആണ് ഡോണർ ആറ്റം. അങ്ങനെ വന്നാൽ ഇതിനെ വിളിക്കുന്ന പേര് നൈട്രിറ്റോ O. എന്താ വിളിക്കുന്നതിന്റെ പേര്? നൈട്രിറ്റോ O. നൈട്രിറ്റോ ഓർത്തു പോകാം O. ഇതാണ് അതിനെ വിളിക്കുന്നത് നൈട്രിറ്റോ O. അപ്പോൾ മെറ്റൽ ആറ്റത്തിലേക്ക് N ആണ് ഡോണർ ആറ്റം എങ്കിൽ എന്ത് വിളിക്കും? നൈട്രിറ്റോ O. അടുത്ത മെറ്റൽ ആറ്റം ആണ്. NO2 തന്നെയാണ്, പക്ഷെ ഡോണർ ആറ്റം ആയിട്ട് നിൽക്കുന്ന ആൾ മാറും. ഇത് നോക്കിയേ, ഇവിടെ O, അത് കഴിഞ്ഞിട്ട് N, ഡബിൾ ബോണ്ടോ, ഇങ്ങനെ വരികയാണ്. ആക്ച്വലി ഇവിടെ ഡോണർ ആറ്റം ആരാണ്? ഓക്സിജൻ. സോറി, ഇവിടെ N ആണോ? ഈ ഫുള്ള് ബ്ലാക്കിൽ തന്നെ എഴുതാം കേട്ടോ, ഓർത്ത് നോക്കാം, അപ്പൊ ക്ലിയർ ആയി. നൈട്രിറ്റോ NO2 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നൈട്രജൻ ആണ് ഡോണർ ആറ്റം വരുന്നത്. ഇവിടെ എന്ത് വരും? നൈട്രിറ്റോ O. ഓക്സിജൻ ആണ് ഡോണർ ആറ്റായിട്ട് വരുന്നത്. ഇവിടെ ഓക്സിജൻ ആണ് ഡോണർ ആറ്റായിട്ട് വരുന്നത്. നൈട്രിറ്റോ O, അതുപോലെ നൈട്രിറ്റോ N. പേരൊക്കെ എഴുതണം കേട്ടോ. അതുപോലെ രണ്ടാമത്തെ സെക്കൻഡ് എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കുക. M എന്ന് പറഞ്ഞാൽ മെറ്റൽ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതാണ് നമ്മുടെ എന്താണ് അമ്പിഡിൻഡേറ്റർ അല്ലെ, ഓർത്ത് വെക്കുക. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ നൈട്രജൻ ഡോണർ ആറ്റം ആകുമ്പോൾ N വരുന്നു, ഇവിടെ ഓക്സിജൻ ഡോണർ ആറ്റം ആകുമ്പോൾ O വരുന്നു. രണ്ടിനും എന്താ ഫോർമുല? NO2 ഉണ്ടോ? NO2ല് 2 ഡിഫറെന്റ് ഡോണർ ആറ്റം അല്ലെ, ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്? സിംഗിൾ അല്ലെ, യൂണിഡിൻഡേറ്റ് ലിഗൻഡ് ആണ് വരുന്നത്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് മെറ്റലിലേക്ക് SCN, അതുപോലെ മെറ്റലിലേക്ക് NCS, ഓർത്ത് വെക്കാം. ഇതിന്റെ പേര് തയോസൈനറ്റോ S, ഇതിന്റെ പേര് തയോസൈനറ്റോ N കേട്ടോ. വേഗം എടുത്തെഴുതും. ഇത് ആദ്യം വരക്ക് കേട്ടോ. MSCN MNCS തയോസൈനറ്റോ ഒറ്റ വേർഡാണ് കേട്ടോ. തയോസൈനറ്റോ THIO കേട്ടോ, ഓർത്ത് നോക്കാം. തയോസൈനറ്റോ S, സയനറ്റോ ഞാൻ എഴുതാം കേട്ടോ, ഓർത്ത് നോക്കാം. സയനറ്റോ അങ്ങനെ THIO CYANATO ATO ആണോ? സോറി, സയനറ്റോ. N കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ നൈട്രജൻ ആണ് ഡോണർ ആറ്റം, ഇതിലെന്തായിരിക്കും? സൾഫർ ആണ് ഡോണർ ആറ്റം കേട്ടോ, ഓർത്ത് വെക്കാം. NO2ന്റെ സ്ട്രക്ചർ എന്തായിരുന്നു? N സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ? അതാണ് കോർഡിനേഷൻ ബോണ്ട് എന്ന് പറഞ്ഞത്. കോർഡിനേഷൻ ബോണ്ട് ഇവിടെ നമ്മള് 11th FC വെച്ച് നമ്മൾ പഠിപ്പിച്ചേക്കുന്നതല്ലേ. നൈട്രജന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5. ഓക്സിജൻ എത്ര ഇലക്ട്രോൺ വന്നാലാണ് ബോണ്ട് ഉണ്ടാവുള്ളൂ? 2. ഇവിടെ ബോണ്ട് ഉണ്ടോ? അങ്ങനെയാണ് ഇത് സ്റ്റേബിൾ ആയിരിക്കുമോ? ഇല്ല, ഓർത്ത് വെക്കാം. ഇവിടെ ഇപ്പൊ ഇതിന് കൊടുത്തു
അല്ലെങ്കിൽ എങ്ങനെ വരുന്നു കൂടി പറഞ്ഞുതരാം. ഇവിടെ ഇത് ഈ റെഡിൽ വരച്ചേക്കുന്നതെല്ലാം നൈട്രജന്റെ ഇലക്ട്രോണാണ്. ഇപ്പൊ എത്ര ഉണ്ട്? ശരിയല്ലേ? ഓർത്ത് നോക്കാം. ഈ ബോണ്ടിനെ എന്ത് വിളിക്കും അപ്പൊ? കോർഡിനേറ്റ് ബോണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ ഈ നൈട്രജൻ എന്ത് ചെയ്തു ഉണ്ടോ? ഇത് കൊടുത്തു. ഇത് ഓക്സിജന്റെ ഇലക്ട്രോണാ. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ഓക്സിജന്റെ ഔട്ടർ മോഷനില്? 8. ഇത് 6. 8 അല്ല, 6. ഇത് രണ്ടും കൂടി ചേർന്ന് എന്താവും? 8. ഇവിടെ നോക്കിയേ, ഈ ഓക്സിജന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1 2 3 4 അല്ലെ? ഓർത്ത് നോക്കാം. 5 6 7 8 ഉണ്ടോ? സ്റ്റേബിൾ അല്ലേ? ഓർത്ത് നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ ഒരു ആരോ കാണിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിന് പ്ലസ് ഇതിന് മൈനസ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം FC പഠിച്ചത്, ഫോർമൽ ചാർജ്. O3ക്ക് വല്ല ചാർജ് ഉണ്ടോ? പക്ഷെ മിഡിൽ ആറ്റത്തിന് എന്തായിരുന്നു? പ്ലസ്. ഒരു ഓക്സിജൻ എന്തായിരുന്നു? മൈനസ്. ഇതെന്താവും? പ്ലസ്. ഇതെന്തായിരിക്കും? മൈനസ്. അതിനെന്താ വിളിക്കാം? ഫോർമൽ ചാർജ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ അവിടെ നമ്മൾ പഠിച്ചതാണ്, അങ്ങനെയാണ് അത് കിട്ടുക കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ ഇവിടെ തന്നെ കൺസേൺ അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്നുള്ള രീതിയിൽ വന്നപ്പോ വരച്ചു മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടെ സ്ട്രക്ചർ കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത് എഴുതി വെക്കാം. ചിലേറ്റ് ലിഗൻഡ്, CHELATE, ചിലേറ്റ്, CHELATE. ഏതാ ചോദിച്ചോ? പറയാട്ടോ, എഴുതാം. സിലേറ്റ് ലിഗൻഡ്. സിലേറ്റ് ലിഗൻഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഡൈഡന്റിറ്റി ഒക്കെ വരക്കില്ലേ, വരക്കണ സമയത്ത് 2 or more ഡോണർ ആറ്റൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അത് റിംഗ് പോലെ അവർ റെപ്രസെന്റ് ചെയ്യും. വെറുതെ ഒരു റെപ്രസെന്റേഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിന് പകരം എന്ത് പറയും? റിംഗ് ആയിട്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ചിലേറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഡെഫിനിഷൻ എഴുതാം, എന്നിട്ട് ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതി വെക്കാം. ഒന്ന് എഴുതി വെച്ചു. ചിലേറ്റ്, വെൻ എ ഡൈ ഓർ പോളിഡെന്റേറ്റ് ലിഗൻഡ്, വെൻ എ ഡൈ, DI ആണ് കേട്ടോ, ഡൈ ഓർ polydentate ligand, when a di or polydentate ligand uses its 2 or more donor atom, when a di or polydentate ligand uses its 2 or more donor atom, 2 or more donor atoms, 2 or more donor atoms simultaneously to bind a single metal, simultaneously to bind a single metal ion, to bind a single metal ion, comma, it is said to be chelate ligand, it is said to be chelate ligand. ഇത്ര ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇറ്റ് ഈസ് സെറ്റ് ടു ബി ചിലേറ്റ് ലിഗൻഡ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വേർഡ് എഴുതി വെക്കുക, റിംഗ് ലൈക്ക് ഫോർമേഷൻ. റിംഗ് ലൈക്ക് ഫോർമേഷൻ, റിംഗ് ലൈക്ക് ഫോർമേഷൻ. നമ്മൾ EDTA കണ്ടല്ലോ, EDTA. ആ EDTA കുറെ വരക്കണം. അതിന് പകരം അവരെന്താ ചെയ്യാന്ന് പറഞ്ഞൊരു മെറ്റലാറ്റം കിട്ടിക്കഴിഞ്ഞാൽ അവരതേ ഇതിങ്ങനെ എഴുതും, EDTA. ഇതിങ്ങനെ എഴുതും. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ പോളിഡിൻഡേറ്റോ ഡൈഡിൻഡേറ്റോ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ വരക്കാൻ പറയും. നമ്മൾ നേരത്തെ കണ്ടു CONH3 6 ടൈം. CONH3 ഇങ്ങനെ വരക്കാം. NH3 ഓർത്തോ, ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ നമ്മൾ വരക്കുകയൊക്കെ ചെയ്യും കുറച്ച് ചെയ്യുമ്പോൾ.
അങ്ങനെ നമ്മൾ ഐസോമറിസം പഠിക്കാനുണ്ട്. ഐസോമറിസത്തിൽ ഇത് ഇങ്ങനെയൊക്കെ NH3 ഒക്കെ വരക്കാം, 6 ഒക്കെ വരക്കും. അതുപോലെ നമുക്ക് ഈതേൻ 1,2 ഡയമീനോ അല്ലെങ്കിൽ ഓക്സിലേറ്റ് അയോ ഒന്നും വരക്കാൻ പറ്റില്ല. അപ്പൊ അതെ ഇപ്പൊ ഇവിടെ നോക്കിയ CO2 ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇതിങ്ങനെ എഴുതും കേട്ടോ, ഓർത്ത് നോക്കാം. C2O4 2-. ഇതെന്ത് ലിഗൻഡ് ആയിരുന്നു? ഓക്സിലേറ്റോ, ഡൈഡിൻഡേറ്റ്. അപ്പൊ ഡൈഡിൻഡേറ്റ് വന്നാൽ അവർ ഇങ്ങനെ കൊടുക്കും. ഇതേ ഇത്രേ ഉള്ളൂ, ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ വരക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചിലേറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ വരക്കുന്ന റെപ്രസെന്റേഷൻ ആണ് ചിലേറ്റ്. അപ്പൊ അത് മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് അവർ പറയുമ്പോൾ സൈമൾട്ടേനിയസ്ലി ബോണ്ടഡ് ടു എ ലിഗൻഡ് എന്നാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. EDTA എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് മെറ്റൽ EDTA പകരം എന്ത് കൊടുക്കാം? പോളിഡിൻഡേറ്റ് ഓർ എന്താണ്? ഡൈഡിൻഡേറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് മാത്രം വരച്ചാൽ മതി, ഇത് എഴുതണമെന്നില്ല കേട്ടോ, ഓർത്ത് നോക്കാം. എഴുതണോണ്ട് കുഴപ്പമില്ല. ഡൈഡിൻഡേറ്റ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് എഴുതുന്ന സമയത്ത് റെപ്രസെന്റേഷൻ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഇങ്ങനെ വരക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിലേറ്റ്. ഇങ്ങനെ വരക്കാമെന്ന് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വരച്ചാൽ അതെന്താണ്? സിലേറ്റ് ആണ്. അങ്ങനെ വരക്കുന്നതിനെയാണ് സിലേറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. നോക്കാം, റിങ് പോലെ വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകും. അല്ലെങ്കിൽ ഇത് മുഴുവൻ വരക്കണ്ടേ? EDTA ഓർമ്മയില്ലേ? അത് മൊത്തം സ്ട്രക്ചർ വരക്കേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അതുപോലെ തന്നെ C2O4 അതിന്റെയൊക്കെ സ്ട്രക്ചർ വരച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഐസോമർസ് എടുക്കുമ്പോൾ അതും കൂടി കറക്റ്റ് ആവും, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ ടേം കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ ലിഗൻഡ്. ലിഗൻഡ് ഏതൊക്കെ പറഞ്ഞു എന്ന് നോക്കിയേ. യൂണിഡിൻഡേറ്റ് സിംഗിൾ ഡോണർ ആറ്റം. പിന്നെന്തായിരുന്നു? ഡൈഡിൻഡേറ്റ് 2 ഡോണർ ആറ്റം പ്രസന്റ് ഇൻ ലിഗൻ. പിന്നെന്തായിരുന്നു? പോളിഡിൻഡേറ്റ് സെവറൽ ഡോണർ ആറ്റം പ്രസന്റ് ഇൻ ലിഗൻ. ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ അല്ല എനിക്ക് വേണ്ടത്, എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. ഇനി അത് കഴിഞ്ഞാൽ അംബിഡിൻഡേറ്റ് എക്സാമ്പിൾ കിട്ടണം. എന്തായിരുന്നു? 2 ഡിഫറെന്റ് ഡോണർ ആറ്റം പ്രസന്റ് ഇൻ എ യൂണിഡിൻഡേറ്റ് ലിഗൻ. 4th ചിലേറ്റ് കേട്ടോ, 5th ചിലേറ്റ് കേട്ടോ. അങ്ങനെ 5 പോയിന്റ് ആണ് എഴുതിയേക്കുന്നത് കേട്ടോ, ഓർത്ത്. അടുത്ത ഹെഡിങ് കോർഡിനേഷൻ നമ്പർ. നമ്മൾ നേരത്തെ എഴുതിയതാണ്, പക്ഷെ ഇവിടെ 2 എക്സാമ്പിൾ ഒക്കെ എഴുതാനുണ്ട് കേട്ടോ. കോർഡിനേഷൻ നമ്പർ അണ്ടർലൈൻ ചെയ്യാം. കോർഡിനേഷൻ നമ്പർ, കോർഡിനേഷൻ നമ്പർ. It is defined as the number of ligand donor atom. It is defined as the number of ligand donor atom. It is defined as the number of ligand donor atom. Number of ligand donor atom. Number of ligand donor atom to which the metal is directly bonded. The number of ligand donor atom to which the metal is directly bonded. Directly bonded. അപ്പൊ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ എഴുതി ക്ലിയർ ചെയ്തു ഓർത്തു വെക്കാം. നമ്മളിപ്പോ യൂണിഡിൻഡേറ്റും ഡൈഡിൻഡേറ്റും ഒക്കെ പഠിച്ചല്ലോ, അത് വെച്ചിട്ട് വേണം ഇനി നമുക്ക് ഇതിൽ കോർഡിനേഷൻ നമ്പർ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഓരോരുത്തരും ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് ആൻസർ പറയണം കേട്ടോ. ഇന്റർവ്യൂലാൻ ചോദിക്കും, കുറച്ച് എക്സാമ്പിൾ കൂടുതൽ നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ 1, ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എഴുതിയ എക്സാമ്പിൾ തന്നെ തുടങ്ങാം. CONH3 6 times Cl3. ഞാൻ എടുത്തു പറഞ്ഞു, ഇതില് ഈ സെൻട്രൽ ആയിട്ട് വരുന്ന ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അണ്ടറിൽ വരുന്നത് മാത്രം നോക്കിയാൽ മതി, കൗണ്ടർ അയോൺ കൺസിഡർ ചെയ്യേ വേണ്ട. അപ്പോ എന്തായിരിക്കും ഇതിന്റെ കോർഡിനേഷൻ നമ്പർ? 6 കേട്ടോ, ഓർത്ത് നോക്കാം. NH3 യൂണിഡിൻഡേറ്റ് അല്ലേ പഠിപ്പിച്ചത്? യൂണിഡിൻഡേറ്റ് അല്ലേ? അപ്പോ NH3 6 വെച്ചാൽ മതി. അപ്പൊ എന്തായിരിക്കും ആൻസർ? കോർഡിനേഷൻ നമ്പർ വേഗം എഴുതുക. കോർഡിനേഷൻ നമ്പർ 6 കേട്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ.
ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? ഇവിടെ ഇ എൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ എഴുതുള്ളൂ. ഇ എൻ എന്ന് പറഞ്ഞാൽ ഈഥേൻ 1,2 ഡയമീന്റെ ഷോർട്ട് ഫോം ആണ്. നിങ്ങൾ അവിടെ ഒന്ന് എഴുതി വെച്ചേ, ഈഥേൻ 1,2 ഡയമീൻ എന്ന് എഴുതിയില്ലേ, അവിടെ ഷോർട്ട് ഫോം ആക്കി എഴുതി വെക്കുക ഇ എൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഓർത്ത് വെക്കാം. അത് എന്തിട്ട് ലിഗൻഡ് ആയിരുന്നു? ഡൈഡിൻഡേറ്റ് അല്ലെ, ഓർത്ത് വെക്കാം. എത്ര വരും ഇത്? 4 ആണോ? ഇ എൻ എന്ന് പറഞ്ഞാൽ ഈഥേൻ ഈഥേൻ 1,2 ഡയമീൻ ആണ്. എത്ര ഡെൻഡേറ്റാ? ഡെൻസിറ്റി 2. 2 ഡോണർ ആറ്റം ഉണ്ട് ഇ എൻ. അപ്പൊ 2 into 2 എത്ര വരും? 2 into 2 എത്ര വരും? 4. 4 plus 2 എത്ര വരും? 6. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ കോർഡിനേഷൻ നമ്പർ എത്ര വരും? 6. കോർഡിനേഷൻ നമ്പർ 6 കേട്ടോ. എന്തുകൊണ്ടാണെന്നും കൂടി പറയാം. ഇ എൻ ഡൈഡെൻഡേറ്റ് ആണ്. 2 into 2 4. 4 plus 2 6. കേട്ടോ, ഓർത്ത് നോക്കാം. ചോദിച്ചു. കുറെ ഡെൻഡേറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. എന്നാ പിന്നെ ശരിയാക്കി തരാം. അടുത്ത് എം എൻ കേട്ടെ. കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും കേട്ടോ? എത്രയായിരിക്കും അവിടെ? എത്ര പറഞ്ഞോ? ഏതെങ്കിലും നമ്പർ പറഞ്ഞു, വെറുതെ പറഞ്ഞു. 4 ആണെന്ന് തോന്നുന്നു അല്ലെ? എന്തുകൊണ്ടായിരിക്കും 4 എന്ന് പറയുന്നത്? എങ്ങനെ നോക്കണം? NH3 എത്ര ഉണ്ട്? 2. NH3 എന്ത് ഡിൻഡേറ്റ്? യൂണിറ്റ് ഡിൻഡേറ്റ് ആണോ ഡൈഡിൻഡേറ്റ് ആണോ? എല്ലാം ആണ്. യൂണി ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ എത്ര ഇവിടെ? NH3 1 അല്ലേ? 1 into 2 എത്ര വരും? 2. ബ്രോമിൻ യൂണിറ്റ് ഡിൻഡേറ്റാ. അപ്പോ 2 plus 1 എത്ര? 3. H2O എന്ത് ഡിൻഡേറ്റാ? നോക്കി, H2O എവിടെയാണ് എഴുതിയേക്കുന്നത്? യൂണിറ്റ് ഡിൻഡേറ്റ്. അപ്പൊ എത്ര? 2. അപ്പൊ ടോട്ടൽ എത്ര? 5. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ കോർഡിനേഷൻ നമ്പർ എത്രയാ? 5. ശ്രദ്ധിക്കുക, NH3 യൂണിറ്റ് ഡിൻഡേറ്റ് ആണ്. അപ്പൊ ഇത് 2 വന്നു. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ 2 ഉണ്ട്. പ്ലസ് ബ്രോമിൻ യൂണിറ്റ് ഡിൻഡേറ്റ് ആണ് 1. പ്ലസ് H2O യൂണിറ്റ് ഡിൻഡേറ്റ് സിംഗിൾ ഡോണർ ആറ്റം ആണ്. അപ്പൊ 1 into 2 2. കണ്ടോ, ഓർത്ത് നോക്കാം. 2 plus 1 plus 2 കോർഡിനേഷൻ നമ്പർ 5. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. മനസ്സിലാക്കി വെക്കണം ഏത് ടൈപ്പ് ആണ്. പുറത്ത് എന്തെങ്കിലും തന്നാൽ അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കോർഡിനേഷൻ നമ്പറിൽ. കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, ഇനി EDTA മാത്രമായിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും? EDTA മാത്രമായിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും? 6. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും? ഹെക്സ അല്ലെ? അപ്പൊ 6 ആയിരിക്കും കോർഡിനേഷൻ നമ്പർ വരുന്നത് കേട്ടോ, മനസ്സിലാക്കാം. നെക്സ്റ്റ് അടുത്ത ടേം കോർഡിനേഷൻ സ്ഫിയർ. നെക്സ്റ്റ് ടേം കേട്ടോ, കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയർ കോർഡിനേഷൻ സ്ഫിയർ അണ്ടർലൈൻ ചെയ്യുക, അവിടെ എഴുതി വെക്കുക. ദ സെൻട്രൽ ആറ്റം ആൻഡ് ദ ലിഗൻഡ്, the central atom and the ligand, the central atom and the ligands attached to it are enclosed in a square bracket. The central atom and ligand attached to it are enclosed in square bracket, enclosed in square bracket, and is collectively termed as the coordination sphere, and collectively termed as coordination sphere.
കേട്ടോ. അപ്പൊ കൗണ്ടർ അയോൺ ഇല്ലാതെ അല്ലെ ബാക്കി ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത് അല്ലെ ഈ പറയുന്ന ഈ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമ്പിൾ ഇത് ഈ പറയുന്ന എല്ലാരും കൂടി എൻക്ലോസ്ഡ് ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ ഇത് എല്ലാരും കൂടി കളക്റ്റീവ്ലി പറയുന്ന ടേം ആണ് എന്താ കോർഡിനേഷൻ സ്ഫിയർ കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമ്പിൾ ഇത് എടുത്ത് എഴുതിക്കോ കേട്ടോ. അടുത്ത ടേം ആണ് കോർഡിനേഷൻ പോളിഹെഡ്രൺ. കോർഡിനേഷൻ പോളിഹെഡ്രൺ. POLYHEDRON പോളിഹെഡ്രോൺ. കോർഡിനേഷൻ പോളിഹെഡ്രോൺ. കോർഡിനേഷൻ പോളിഹെഡ്രോൺ. കോർഡിനേഷൻ പോളിഹെഡ്രോണിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് അല്ലെ കോർഡിനേഷൻ കോമ്പൗണ്ടിന് പറഞ്ഞില്ലേ, ആ ഓരോ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെയാണ് എന്ത് വിളിക്കുന്നത് കോർഡിനേഷൻ പോളിഹെഡ്രോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്നിട്ട് എക്സാമ്പിൾ ഒക്കെ എഴുതി വെക്കും നമ്മള്. അവിടെ എഴുതി വെക്കുക ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദ ലിഗൻഡ്. ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദ ലിഗൻസ് കോർഡിനേഷൻ പോളിഹെഡ്രോൺ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കുക. കോർഡിനേഷൻ പോളിഹെഡ്രോൺ അവിടെ എഴുതി വെക്കുക. ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദി ലിഗൻഡ്. ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദി ലിഗൻഡ്. ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദി ലിഗൻഡ് which are directly attached to the central atom. Which are directly attached to the central atom define a coordination polyhedron. Define a coordination polyhedron. Define a coordination polyhedron. Spatial arrangement of ligand which are directly attached to the central atom. ഓർത്ത് വെക്കുക. എക്സാമ്പിൾ എഴുതി വെക്കുക. ഒക്ടാഹെഡ്രൽ. എക്സാമ്പിൾ ഒക്ടാഹെഡ്രൽ. ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നേരത്തെ വരച്ച എക്സാമ്പിൾ ഇല്ലേ, അത് ഒക്ടാഹെഡ്രൽ ആണ്. ഏതായിരുന്നത്? CONH3 6 ടൈം. ഓർത്ത് വെക്കുക. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നാൽ അത് എന്തായിരിക്കും? ആക്ച്വലി ഒക്ടാഹെഡ്രൽ ആണ്. ഒക്ടാഹെഡ്രൽ എന്ന് നിങ്ങൾക്ക് അറിയാലോ, കൊബാൾട്ട്. ക്യാപിറ്റൽ സിയും സ്മോൾ ഓയും കൊബാൾട്ട്. കൊബാൾട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ഇനി ഇതിൽ VBT വരുമ്പോൾ വീണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓർത്ത് നോക്കുക. ഇതിനെയാണ് ഒക്ടാഹെഡ്രൽ എന്ന് വിളിക്കുന്നത്. സ്ക്വയർ ബേസുള്ള 2 പിരമിഡ് ജോയിൻ ചെയ്താൽ എങ്ങനെ കിട്ടും? എത്ര ഫേസ് ഉണ്ടാവും? 8 ഫേസ് അല്ലെ. ആ 8 ഫേസ് വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഇത് ഇങ്ങനെ വരക്കുക, എന്നിട്ട് ഒക്ടാഹെഡ്രൽ എന്ന് എഴുതി വെക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 6 വരുമ്പോ എന്തായിരിക്കും അതിന്റെ ഷേപ്പ് വരുന്നത്? 6 വന്നാൽ എന്താണ് പറയും? ഒക്ടാഹെഡ്രൽ. 4 വന്നാൽ എന്തൊക്കെയാവാം? ടെട്രാഹെഡ്രൽ കേട്ടോ. ഓർത്ത് നോക്കുക. സ്ക്വയർ പ്ലാനറും ആവാം കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കുക. ഒക്ടാഹെഡ്രൽ. വേറെ ഷേപ്പുകൾ എന്തൊക്കെയാ? ടെട്രാഹെഡ്രൽ. അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. ടെട്രാഹെഡ്രൽ ബ്രാക്കറ്റിൽ 4. കോർഡിനേഷൻ നമ്പർ 4 ആയാൽ ടെട്രാഹെഡ്രൽ. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. അത് നമുക്ക് ഇനി VBTയിൽ ഈ ചാപ്റ്ററിൽ തന്നെയുള്ളതാണ്. VBT അവിടെ പഠിക്കാനുള്ളതാണ്. അപ്പോ 2 എക്സാമ്പിൾ എങ്കിലും എഴുതി വെക്കുക. ഇത് ഒരെണ്ണം
ഒക്ടാഹെഡ്രൽ. ഈ ഷേപ്പിന്റെ താഴെ എഴുതണം കേട്ടോ, അതിങ്ങനെ വരച്ചിട്ട് ഒക്ടാഹെഡ്രൽ. ഇത് എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ഒക്ടാഹെഡ്രൽ. ഈ ഷേപ്പിന്റെ പേര് ഒക്ടാഹെഡ്രൽ. 6 വരുമ്പോഴാണ് ഒക്ടാഹെഡ്രൽ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അനദർ എക്സാമ്പിൾ ആയിട്ട് എക്സാമ്പിൾ 2 ടെട്രാഹെഡ്രൽ. വെറുതെ എഴുതിയാൽ മതി, ടെട്രാഹെഡ്രൽ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ് മനസ്സിൽ കാണാൻ പറ്റുക, അതിന് എത്ര കോർണർ ഉണ്ടാവും നോക്കുക അല്ലെ, 4 കോർണർ ഉണ്ടാവും. അതിനെയാണ് ടെട്രാഹെഡ്രൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ 2 ടെട്രാഹെഡ്രൽ എഴുതി വെക്കാം. ഓക്കെ, ഇത്രയും വരെ എഴുതി നമുക്ക് നിർത്താം കേട്ടോ കണ്ടന്റ്. ഇനി നമുക്ക് ഇതില് ഏതൊക്കെ ടോപ്പിക് ഉണ്ടാവും അടുത്ത്? ഇതിൽ 2 പോയിന്റ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി നോമൻക്ലേച്ചർ വളരെ ഡീറ്റെയിൽ ആണ്. അത് കഴിഞ്ഞ് ഐസോമറിസം ഇവിടെ ഓർത്ത് വെക്കാം. ഐസോമറിസം നോമൻക്ലേച്ചറും ആണ് ലെങ്തി ആയിട്ട് എഴുതാനായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? VBT, CFT, മെറ്റൽ കാർബോണിൽ കോമ്പൗണ്ട് എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഇന്നൊക്കെ ഏതൊക്കെ നമ്മൾ പഠിച്ചു ഒന്ന് നോക്കിയേ. വെർണേഴ്സ് പോസ്റ്റുലേഷൻ എളുപ്പമല്ലേ? അത് കഴിഞ്ഞപ്പോൾ അടുത്ത് എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. തേർഡ് എന്തായിരുന്നു? ഇമ്പോർട്ടന്റ് ടേംസ് കേട്ടോ, ഓർത്ത് നോക്കാം. അതിൽ എന്ത് ചോദിക്കണം ഞാൻ? ഇമ്പോർട്ടന്റ് ടേംസ് കണ്ടോ, ഓർത്ത് നോക്കാം. അതില് ഇമ്പോർട്ടന്റ് ടേംസിൽ ഇപ്പൊ പറയേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം. യൂണിഡിൻഡേറ്റ്, ഡൈഡിൻഡേറ്റ്, പോളിഡിൻഡേറ്റ്, അംബിഡിൻഡേറ്റ്, ചിലേറ്റ്. ഇതിൽ ചിലേറ്റ് കളയാം. ഈ 4 എക്സാമ്പിൾസ് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കുക. EDTA ഫുൾ ഫോം എന്താണ് അവിടെ പറഞ്ഞു? എത്തിലീൻ, ഡയമീൻ, ടെട്രാ അസറ്റൈൻ ഉണ്ടോ? അങ്ങനെ പെട്ടെന്ന് ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കുക. വേഗം നോക്ക് കേട്ടോ. ഈ 4 എക്സാമ്പിൾസുകൾ ഒന്ന് വേഗം പഠിച്ചേ. ഏതൊക്കെയായിരുന്നു? അംബിഡിൻഡേറ്റ് എന്തായിരുന്നു? 2 ഡിഫറെന്റ് ഡോണർ ആറ്റം പ്രസന്റ് ഇൻ യൂണിഡിൻഡേറ്റ് ലിഗൻഡ്. എക്സാമ്പിൾ എന്താ? നൈട്രിറ്റോ N, നൈട്രിറ്റോ O അല്ലേ, ഓർത്ത് നോക്കാം. NO2 തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ എന്തായിരുന്നു? തയോസയനറ്റോ S, തയോസയനറ്റോ N, NCS കണ്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയായിരുന്നു നോക്കിയത്? അങ്ങനെ വേഗം നോക്കുക. എക്സാമ്പിൾ മാത്രം കിട്ടിയാൽ മതി. ചോദിച്ചോ. ഒരു കുഞ്ഞു വ്യത്യാസമുള്ളൂ. എന്താണെന്ന് നോക്കിയേ. ഡൈഡെന്റേറ്റിൽ പറയുന്നത് 2 ഡോണർ ആറ്റം പ്രസന്റിനെ ലിഗൻ. 2 ഡോണർ ആറ്റം ആണ്. അവിടെ നോക്കിയാൽ അറിയാം ഓക്സിജൻ ആണ് 2 ഡോണർ ആറ്റം. ശരിയല്ലേ? ഓർത്തോ. അടുത്തതില് എന്തായിരുന്നു? ഡൈഡെന്റേറ്റില് 2 N ആണ് ആക്ച്വലി വരുന്നത്. മറ്റേതെന്താ? 2 ഡിഫറെന്റ് ഡോണർ ആറ്റം എന്ന് പറഞ്ഞാൽ N ഉണ്ട് O ഉണ്ട്. പിന്നെയും അതിനേക്കാൾ ഏറെ വ്യത്യാസമുണ്ട്. യൂണിഡിൻഡേറ്റ് ലിഗൻഡാ. യൂണിഡിൻഡേറ്റ്. അംബിഡിൻഡേറ്റിൽ എഴുതിയേക്കുന്നത് 2 ഡിഫറെന്റ് ഡോണർ ആറ്റം പ്രസന്റിനെ യൂണിഡിൻഡേറ്റ് കണ്ടോ. യൂണിഡിൻഡേറ്റിൽ 2 ഡിഫറെന്റ് വേണം കണ്ടോ. മറ്റേതെന്താ? 2 ഉണ്ടായാൽ മതി. 2 ഡൊണേറ്റ് ചെയ്യും. 2 ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. ഒരു സമയത്ത് ആർക്കേ പറ്റുള്ളൂ? ഒരാൾക്കേ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഏതിലാ? ഡൈഡിൻഡേറ്റില്. അതുകൊണ്ടാണ് ഡൈഡിൻഡേറ്റ് ആവുന്നത്. ഒരെണ്ണമാണ്, പക്ഷെ അത് എന്തായിരിക്കും? 2 ആൾക്കാർക്ക് ഡൊണേറ്റിംഗ് പവർ ഉണ്ട്, പക്ഷെ ഒരു സമയത്ത് ഒരെണ്ണം കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ 2 പേരെ എക്സാമ്പിൾ പറഞ്ഞു, ഞാനും അച്ചിന്തും അല്ലെ, ഓർത്ത് നോക്കാം. ഒരാള് എന്ത് ചെയ്യുന്നു? ഒരു സമയത്ത് പേയ്മെന്റ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ നമ്മളൊരു കടയിൽ പോകുന്നു, ഒരാളാണ് പേയ്മെന്റ് ചെയ്യുന്നത്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ അച്ചിന്ത് ഡൊണേറ്റ് ചെയ്യുന്നു, ഞാൻ വേറൊരു ടൈമിൽ ഡൊണേറ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയല്ലല്ലോ, നമുക്ക് 2 പേർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചത്, താൻ 5 ഞാൻ 5 അങ്ങനെ എടുത്തു വിടുക. അങ്ങനെ ചെയ്യില്ല. ഏത്? അംബിഡിൻഡേറ്റ്. അംബിഡിൻഡേറ്റ് അത് പറ്റത്തില്ല. 2 പേരും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഒരു സമയത്ത് അതുകൊണ്ടാണ് യൂണിഡിൻഡേറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ മീനിങ് കേട്ടോ ചോദിച്ചാൽ നന്നായി. കാരണം എന്താ? കുറച്ച് കഴിയുമ്പോൾ ഡൗട്ടൊക്കെ വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, ചോദിക്കട്ടെ? റെഡിയാണോ എല്ലാവരും? ഓക്കെ, ഓർത്ത് നോക്കാം. ക്രോസ് ചെയ്ത് ചോദിക്കുക. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചോദിച്ചു തരാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ അങ്ങനെ ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. എക്സാമ്പിൾ ഓഫ് ഡൈഡെന്റിറ്റി. നോക്കാൻ പറ്റില്ല. ആ ഫോൾസ് ആണ്. എന്തായിരുന്നു വേർഡ് ഇടണം? ഓക്സിലേറ്റോ. പിന്നെ അവിടെ ഉണ്ട് 2 അവരൊക്കെ റെഡി ആയിട്ട് നിൽക്കുക. ഈതേൻ 1,2 ഡയമൈൻ എല്ലാം പറഞ്ഞിട്ട് വിടുള്ളൂ. വേഗം നോക്കിയോ കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് റയൻ, പോളിഡിൻഡേറ്റിന്റെ എക്സാമ്പിൾ ആണ്ടാ. അതന്നെ പോസിറ്റീവ് ആയി ക്ലാസ് കേട്ടോ, ഓർത്ത് നോക്കാം. അതിന്റെ ചെയ്യാൻ തോന്നുന്നുണ്ട്, ഓർത്ത് നോക്കാം. ദെൻ
ഇവിടെ പറഞ്ഞു. പക്ഷേ അമ്പിഡിന്റെ എക്സാമ്പിൾ അടുത്തും പറയണം. കേട്ടോ ഓർത്ത് വെക്കാം. ഇതന്നെ ഇവിടെ ചോദിക്കുക. ഇവിടെ പറയുകയാണെങ്കിൽ അയാളും കൂടി പറയുകയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. കേട്ടോ ഓർത്ത് വെക്കാം. യൂണിറ്റിന്റെ എല്ലാ എക്സാമ്പിളും കറക്റ്റ് ഓർഡറിലാണ് തെറ്റാതെ പറഞ്ഞുണ്ട്. കേട്ടോ ഓർത്ത് വെക്കാം. ദെൻ കേട്ടോ പറഞ്ഞാലേ വിടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാവരോടും ചോദിക്കും. കേട്ടോ ഓർത്ത് വെക്കാം. അമ്പിഡിന്റെ എക്സാമ്പിൾ അമ്പിഡിന്റെ യെസ് പിന്നെ പറഞ്ഞോടെയുണ്ട്. പോളിഡിൻഡേറ്റ് എക്സാമ്പിൾ പോളിഡിൻഡേറ്റ് EDTA. ദെൻ അമ്പിഡിൻഡേറ്റ് എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞാൽ മതി. ദെൻ നെക്സ്റ്റ് പോളിഡിൻഡേറ്റ് എക്സാമ്പിൾ EDTA കിട്ടുമല്ലോ. അപ്പം കേട്ടോ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു ടേമുകളാണ്, നന്നായിട്ട് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ മൈൻഡ് ചെയ്യാം.